ബി.ജെ.പിയെ പ്രതിരോധിക്കാതെയും പാർട്ടി രൂപീകരണം തള്ളാതെയും വെള്ളാപ്പള്ളി നടേശന്റെ വാർത്താ സമ്മേളനം. പശു ഇറച്ചി കഴിക്കാറുണ്ടെന്നും ഗോവധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. അടൂരിലെ മൈക്രോ ഫിനാൻസിൽ പ്രശ്നങ്ങളുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാൽ ബെൽചിറ്റ്സ് ആരോപണങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വെള്ളാപ്പള്ളി മറുപടി നൽകിയില്ല. പകരം വാർത്തകൾ പുറത്തുവിട്ട കൈരളി പീപ്പിളിനെ വിമർശിച്ച് വെള്ളാപ്പള്ളി ഒഴിഞ്ഞുമാറി. അതേസമയം ശാശ്വതീകാനന്ദ സ്വാമിയെ പുഴയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്ന് എം.എൻ. സോമൻ പറഞ്ഞിരുന്നതായി ആലുവ മുൻ റൂറൽ എസ്.പി. വർഗീസ് ജോർജ് പറഞ്ഞു. വർഗീസ് ജോർജിൻ്റെ വെളിപ്പെടുത്തലും ഇന്ന് ഉണ്ടായി. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ അന്വേഷണമില്ലെങ്കിൽ പ്രക്ഷോഭമെന്ന് ശ്രീനാരായണ ധർമ്മവേദിയും പ്രതികരിച്ചു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി.ജെ.പി. വക്താവ് ശ്രീ വി രാജേഷ്, SNDP വക്താവ് ശ്രീ K.M. സന്തോഷ് കുമാർ, ശ്രീ ഷാജി വെട്ടൂരാൻ, ഡോക്ടർ ബിജു രമേശ്, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ സന്തോഷ് കുമാർ, ഇപ്പോൾ കൈരളി പറഞ്ഞ ഈ വാർത്തയിൽ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി പ്രതികരിച്ചതിൽ നിന്ന് എന്താണ് കൂടുതൽ വ്യക്തമാക്കാനുള്ളത്? ലാൽ, എന്താണ് താങ്കൾ ഉദ്ദേശിച്ച ചോദ്യത്തിൽ നിന്ന്? SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഏതിനെക്കുറിച്ചാണ് അങ്ങേക്ക് സംശയം? വ്യക്തമായ മറുപടി വരാൻ ഞാൻ തയ്യാറാണ്. പശുവിറച്ചിയെക്കുറിച്ചാണോ അതോ BJPയെ തള്ളിപ്പറയാത്തതാണോ? ഞാൻ ഓരോന്നായിട്ട് തന്നെ ചോദിക്കാം ശ്രീ സന്തോഷ് കുമാർ. ഇപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിൽ ക്രമമായി പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല. അതിൽ പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തനതായ ശൈലിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിൽ നിന്ന് പുറത്തേക്ക് വന്ന ചില കാര്യങ്ങൾ, ഒന്ന് ഈ ഗോമാംസം കഴിക്കുമെന്ന് പറഞ്ഞതിൽ നിന്നാണ്. അത് മാധ്യമങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് അങ്ങേക്കും അറിയാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഗോമാംസം കഴിക്കും എന്ന് ഒരാൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ആരോടുള്ള പറച്ചിലാണെന്നും ഏത് പ്രസ്ഥാനമാണ് അതിനെ വിവാദമാക്കുന്നതെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. BJPയുമായി ഒത്തുപോകുന്ന ഒരു പ്രസ്ഥാനം ആണ് SNDP എന്നുള്ള വാർത്ത പുറത്തേക്ക് പ്രചരിക്കുമ്പോഴാണ് ഈ അർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഞാൻ ഗോമാംസം കഴിക്കും, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, മറ്റുള്ളവരുടെ നയം എനിക്കറിയില്ല എന്ന് പറയുന്നത്. ലാലെ, ഗോമാംസം കേരളത്തിൽ എല്ലാവരും കഴിക്കുന്നതല്ലേ? ആവശ്യമുള്ളവർക്ക് കഴിക്കാമല്ലോ. അതൊരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഈ ബീഫ് ഫെസ്റ്റുകൾ ഇന്ന് കോളേജുകളിൽ നടത്തി എന്ത് ഗുണം കിട്ടാനാണ്? അതുകൊണ്ട് അതിനകത്ത് എന്ത് പൊളിറ്റിക്സ് ആണുള്ളത്? ഇപ്പം ഈ പറയുന്ന ചില കോളേജുകൾക്കകത്ത് പണ്ട് രാജാവ് കൊടുത്തതാണ്, അവിടെ തറകളും ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് ബീഫ് കൊണ്ട് മനഃപൂർവ്വം കഴിച്ച് അതിന് വിവാദമാക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണോ? അതൊക്കെ എന്താണത്? അതിലെന്ത് നേട്ടം കിട്ടാനായിട്ടാണ്? പോർക്ക് ഫെസ്റ്റ് വെക്കാൻ ഇവർക്ക് ആർക്കും ധൈര്യം ഉണ്ടാവും? ഏതിൽ MESൻ്റെ സ്ഥാപനങ്ങളിൽ പോർക്കിൻ്റെ ഫെസ്റ്റ് വെക്കാൻ ഈ പറയുന്നവർക്ക് ധൈര്യം ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ വിവാദങ്ങളാണ്. ഇപ്പം കേരളത്തിൽ ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കാം, പോർക്ക് കഴിക്കുന്നവർ പോർക്ക് കഴിക്കാം, വെജിറ്റബിൾ കഴിക്കുന്നവർ വെജിറ്റബിൾ കഴിക്കാം. അതൊക്കെ അപ്രസക്തമായ കാര്യങ്ങളാണ്. അതൊന്നും BJPയുടെ അജണ്ടയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊന്നും SNDP യോഗത്തെ ബന്ധിക്കുന്ന കാര്യങ്ങളുമല്ല. ശ്രീ K.M. സന്തോഷ് കുമാർ, അത് BJPയുടെ അജണ്ടയാണോ എന്നുള്ളതല്ല. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞതിൽ ശ്രീ K.M. സന്തോഷ് കുമാർ അതിപ്പോൾ അവതരിപ്പിക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പല കാര്യങ്ങളിലും ഉണ്ട്. വെള്ളാപ്പള്ളി ഒരു രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് BJPയുമായി ഞങ്ങൾ എപ്പോൾ ബന്ധമുണ്ടെന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം ചോദിക്കുക വാർത്താ സമ്മേളനത്തിൽ. ഞങ്ങൾക്ക് ഒരിടത്തും അത്തരത്തിലുള്ള ബന്ധമില്ലല്ലോ, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. പുതുതായിട്ടുണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തെ മൂന്നാം മുന്നണിയെ നയിക്കും. അവിടെ BJPക്ക് എന്താണ് സ്ഥാനം എന്നുള്ളതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും. അല്ലെങ്കിൽ അത് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. BJP വിമർശിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ BJPയുടെയും SNDPയുടേതും എന്നും പറയുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കൺവെൻഷനുകളിൽ വെള്ളാപ്പള്ളി പോകുന്നില്ല, ആ പരിപാടിയെക്കുറിച്ച് അറിയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി കൃത്യമായി മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയേണ്ട ഭാഷയിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വക്താക്കളായി വരുന്ന നിങ്ങൾ അത് പക്ഷേ അവതരിപ്പിക്കുമ്പോൾ അതേ അർത്ഥമല്ലല്ലോ കിട്ടുന്നത്. ശ്രീ സന്തോഷ് കുമാർ, ലാലെ, SNDP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. SNDPക്കകത്ത് കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJPക്കാരുണ്ട്, കേരള കോൺഗ്രസ്സുകാർ പോലും ചിലപ്പോൾ SNDPക്കകത്ത് ഉണ്ടാവാം.
SNDPയുടെ നയം, SNDPക്കകത്ത് SNDP ഒരു നേരിട്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നില്ല. SNDPയുടെ പല വേദികളിൽ, ക്യാമ്പുകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെ രാഷ്ട്രീയ ശക്തി ഉണ്ടാവണം. മൂന്നാർ ക്യാമ്പിൽ 5-6 വർഷം മുമ്പ് എടുത്തൊരു തീരുമാനം. അതിനുശേഷം ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ആലപ്പുഴയിൽ ചേർന്നൊരു യോഗത്തിൽ കേരളത്തിലെ മുഴുവൻ 138 യൂണിയൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ബോർഡംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ രഹസ്യ തരത്തിലൊരു വോട്ടെടുപ്പ് നടത്തി. അതിൽ 4 പേർ മാത്രം രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്ന് രേഖപ്പെടുത്തുകയും ബാക്കി മുഴുവൻ ആളുകളും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് SNDP ജനറൽ സെക്രട്ടറിക്ക് അതുമായി ബന്ധപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടായി. ഈ രാജ്യത്തെ രാഷ്ട്രീയ അധികാരം കയ്യിലുണ്ടാകും തരത്തിലേക്ക് പോകണമെന്ന് ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് SNDP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. SNDP രാഷ്ട്രീയം നേരിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നുമില്ല എന്നുള്ള വസ്തുത അങ്ങ് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അവിടെ SNDP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ അത് വരാൻ പോകുന്ന ആ രാഷ്ട്രീയ പാർട്ടി BJP അവകാശപ്പെടുന്നത് പോലെയുള്ള വലിയ അവകാശങ്ങളൊന്നും നടത്തണ്ട എന്ന് വെള്ളാപ്പള്ളി ചിലപ്പോഴൊക്കെ പറയുന്നതായി മാധ്യമങ്ങളോട് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണ്? BJPയുടെ വളർച്ച മുരടിച്ചു, അല്ലെങ്കിൽ BJPയുടെ വളർച്ച തീർന്നു, ഇനി ബാക്കിയുള്ള പാർട്ടികളാണ് ഇവിടെ മുന്നോട്ട് പോകാൻ പോകുന്നത്. അത് പക്ഷേ BJPയും കൂടെ ചേർന്നാൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതൊക്കെ ബാക്കിയുള്ളവർ വായിച്ചെടുക്കുന്നതാണ്. പിന്നീട് ഇപ്പോൾ ഇന്ന് ഗോമാംസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ BJP ബീഫ് ഫെസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ എടുത്തിരിക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. അവരുടെ നേതാക്കൾ ചർച്ചയിലൂടെ വരുമ്പോൾ കേരളത്തിൽ തന്നെ 2 അഭിപ്രായങ്ങൾ തോന്നുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ വേറൊരു അർത്ഥമാണ്. പല BJP മുഖ്യമന്ത്രിമാരും പുറത്തേക്ക് ഒന്ന് പറയും, പിന്നീടത് നിഷേധിക്കുകയോ വേറെ രീതിയിൽ ഉള്ള ക്ലാരിഫിക്കേഷൻ തരികയോ ചെയ്യും. ഇതൊക്കെ BJPക്ക് സംഭവിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്കൊക്കെ തോന്നുന്നത്. ഒരിക്കലും ഇല്ല. അത് വരികൾക്ക് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഈ പ്രബുദ്ധ കേരളത്തോട് പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണില്ലാലേ, കേരളത്തിലൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ ശ്രീ KM സന്തോഷ് കുമാർ, ഞാൻ താങ്കൾക്ക് സമയം തരുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ പരാതി. കൈരളി പീപ്പിളിൽ ചർച്ചയ്ക്ക് വന്നാൽ പോലും സമയം കിട്ടില്ല എന്നുള്ളത് ഒരു പരാതിയാണ്. ഇത് താങ്കളുടെ പ്രസ്ഥാനത്തോടും ഞാൻ സംസാരിച്ചതാണ്. അതനുസരിച്ച് ഇന്ന് താങ്കൾക്ക് കൂടുതൽ സമയം തന്നെ ഞാൻ തരികയാണ്. അവിടെ എൻ്റെ ചോദ്യം ഇതാണ്, ഈ പുതിയ പ്രസ്ഥാനത്തെക്കുറിച്ചല്ല, പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല എൻ്റെ ചോദ്യം. ഗോമാംസത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന ഇന്ന് വെള്ളാപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? അത് ആരുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഈ ഗോമാംസം നിരോധിക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? അവരെയാണ് വെള്ളാപ്പള്ളി എതിർത്തിരിക്കുന്നത്. ഒരു അജണ്ടയുമില്ല. ശ്രീമാൻ വെള്ളാപ്പള്ളി ബീഫ് കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചർച്ചയാണോ? ഈ കേരളത്തിൽ BJPക്കാർ ബീഫ് കഴിക്കുന്നവരില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ ബീഫ് കഴിക്കുന്നവരില്ലേ? കോൺഗ്രസ്സുകാർ ബീഫ് കഴിക്കുന്നവരില്ലേ? ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി പറയാത്ത എന്തുകൊണ്ടാണ്? ഈ ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് എന്തുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞില്ല ഇവിടെ എല്ലാവരും ബീഫ് കഴിക്കുമല്ലോ, BJPക്കാർ കഴിക്കുമല്ലോ, എന്തിനാണ് വിവാദമാക്കുന്നത് എന്നല്ലല്ലോ വെള്ളാപ്പള്ളി പറഞ്ഞത്. വളരെ മാന്യമായി വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ്? ഞാൻ പശു ഇറച്ചി കഴിക്കും. അദ്ദേഹം ബീഫ് കഴിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണോ? ബീഫ് കഴിക്കുന്നു നിങ്ങളൊക്കെ ആവേശത്തിൽ വെള്ളാപ്പള്ളി പറയുന്നില്ല. കണ്ടല്ലോ, ഈ ഗോമാംസത്തെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് ബീഫ് ലഭ്യമായ സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിക്കാം. അത് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി എന്ത് കഴിക്കുന്നു എന്ന് നോക്കി നടക്കുക ഒരു രാഷ്ട്രീയ പാർട്ടി ചുമതലയല്ല. ബീഫ് ലഭ്യമായ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് കഴിക്കാം, വേണമെങ്കിൽ കഴിക്കാതിരിക്കാം. കഴിക്കുന്ന ആളുകളുടെയൊക്കെ പുറകെ നിങ്ങൾ അന്വേഷിച്ച് പലയിടത്തും നടക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ ഇത് കഴിക്കാമോ? ഇങ്ങനെ പൊതുസഭകളിൽ കഴിക്കാമോ? ഇവിടെ എന്തുകൊണ്ട് പോർക്ക് ഫെസ്റ്റ് നടത്തുന്നില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇത് കഴിച്ച ആളുകൾ, ഈ ഇറച്ചി സൂക്ഷിച്ച ആളുകൾ മരിക്കുന്ന ഒരു പ്രശ്നമുണ്ടാകുന്നു. ആ അർത്ഥത്തിലുള്ള ചർച്ചകൾ പോകുന്നു. അവിടെയൊക്കെ BJPയുടെ ദേശീയ നേതാക്കളിൽ പലരും എടുത്തിരിക്കുന്ന നിലപാടുകൾ അല്ല കേരളത്തിൽ പലരും എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ VV രാജേഷിന് പോലും വ്യക്തിപരമായി കേരളത്തിൽ അത് നടക്കില്ല എന്നുള്ളത് അറിയാമായിരിക്കും. പക്ഷേ അതൊക്കെ ഇവിടെ ബീഫ് നിരോധിച്ചിട്ടില്ലല്ലോ എന്നുള്ള മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ നേരിടുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞാൻ പശു ഇറച്ചി കഴിക്കും, അത് സൗകര്യമുള്ളവരൊക്കെ എൻ്റെ കൂടെ നിന്നാൽ മതി
എന്ന് വായിച്ചെടുക്കാം. അങ്ങനെ നിങ്ങൾ വായിച്ചോ, ഞാൻ എന്തായാലും അങ്ങനെ വായിച്ചെടുക്കുന്നില്ല. കാര്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കില്ല. ഞാൻ വേറൊന്ന് ചോദിച്ചിട്ടില്ലേ, ഇന്നത്തെ ചർച്ചയുടെ വിഷയം എന്താണ്? ലോകത്തുള്ള എല്ലാ വിഷയവും വെള്ളാപ്പള്ളിയിലേക്ക് കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യുകയാണോ, അതോ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമാണോ ചർച്ച, അതേ SNDPയും BJPയുമായുള്ള ബന്ധമാണോ ചർച്ചയുടെ ഞാൻ കൃത്യമായി പറയാം. വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് ദിവസങ്ങളായി പല ആരോപണങ്ങളും നേരിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പല കാര്യങ്ങളോടും പ്രതികരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയുടെ ഉദ്ദേശം. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഡോക്ടർ ബിജു രമേശ് കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ ചില വെളിപ്പെടുത്തലുകളാണ് വെള്ളാപ്പള്ളി നടേശന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് വെള്ളാപ്പള്ളി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് കൈരളി സമയം കൊടുത്തില്ല, അവരുടെ വക്താക്കളോട് പ്രതികരിക്കാൻ സമ്മതിച്ചില്ല. ആ പ്രശ്നം ഒരു ഭാഗത്ത് തുടരുകയാണ്. അതുകൊണ്ടാണ് കൃത്യമായി എന്ത് കാര്യം നിങ്ങൾ പറഞ്ഞാലും അതിന് ക്ലാരിഫിക്കേഷൻ ശ്രീ സന്തോഷ് കുമാറിന് പറയാനുള്ള അവസരം കൊടുത്തുകൊണ്ട് പോകാൻ തന്നെ ഇന്ന് ഈ ചർച്ച തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ വി രാജേഷ്. അതുകൊണ്ട് ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചർച്ചാ വിഷയമാകും. അതിലൊന്നാണ് ഈ ഗോമാംസം. അത് ചർച്ച ചെയ്യേണ്ട എന്ന് എന്തിന് രാജേഷ് പറയുന്നു? നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ആ ചർച്ച വന്നാൽ? അല്ല, ചർച്ച ചെയ്യേണ്ട എന്ന് രാജേഷ് എന്തിന് പറയുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം പറയാൻ സമയം തരാം. ലാൽ അടുത്ത ചോദ്യം ചോദിച്ചു. അല്ല, അതിനിടയ്ക്ക് പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ അജണ്ട, എന്തൊക്കെയാണ് ചർച്ച എന്ന് ചോദിച്ചു. ലാൽ സ്പെസിഫിക് ആയിട്ട് എന്നോട് ചോദ്യം ചോദിക്കും, ഞാൻ ആൻസർ തരാം. ഗോമാംസത്തെക്കുറിച്ച് BJP ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു അജണ്ടയായി മുന്നോട്ട് നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നിങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങളും എടുത്തിരിക്കുന്ന നിലപാട്, നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ, ആ ഭാഷയിലല്ല വെള്ളാപ്പള്ളി പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ത്? ലാൽ വളരെ ഞാൻ പറയുന്നത് വളരെ നിലവാരം പുലർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ്. പൊളിറ്റിക്കൽ സയൻസിൽ PhD ചെയ്യുന്ന ആളാണ് ഡോക്ടർ M.A. ലാൽ മനസ്സിലാക്കേണ്ടത്, ഈ ഗോമാംസത്തിൻ്റെ ചർച്ച BJP 1980 ഉണ്ടാകുന്നതിന് മുമ്പേ തുടങ്ങിയത്. ഒറീസയിൽ ആരാ നിരോധിച്ചത്, ആന്ധ്രയിൽ ആരാ നിരോധിച്ചത്, ജമ്മു കാശ്മീരിൽ ആരാ നിരോധിച്ചത്, ഗുജറാത്തിൽ ആരാ നിരോധിച്ചത്? ഇത് BJP രാജ്യത്ത് രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക വികാരമനുസരിച്ച് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയതാണ്. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് വെള്ളാപ്പള്ളി നടേശനായാലും തുഷാർ വെള്ളാപ്പള്ളിക്കായാലും സന്തോഷിനായാലും എനിക്കായാലും എന്തും ലഭ്യമാകുന്ന സ്ഥലത്ത് നിന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവിടെ അവസാനിച്ചു. ഇനി വെള്ളാപ്പള്ളി നടേശൻ അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, സ്വാഭാവികമാണ്. ഇനി അത് വലിയ കാര്യമായിട്ട് എടുക്കാനൊന്നുമില്ല. അദ്ദേഹം BJP ഉദ്ദേശിച്ചല്ല, അത് കോൺഗ്രസിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അന്നൊന്നും പറയാതെ അന്ന് ഇത്രയും ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ന് വന്ന് അദ്ദേഹം കോൺഗ്രസ് ഗവൺമെന്റുകൾ പലയിടത്തും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള മറുപടിയാണോ പറഞ്ഞത്? അങ്ങനെയല്ല. BJPയുടെ നിലപാട് പശു ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വലിയൊരു ജനവിഭാഗം ആരാധനയോടെ ദേവതയായി കാണുന്നതാണ്. അതിനെ കൊന്നു തിന്നുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തോടുള്ള വെല്ലുവിളിയാണ്. ഒരു ജനവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു. നിയമം മൂലം നിരോധിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രാദേശിക വികാരം, ഇപ്പം മധുരയിൽ പോയി അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും പോയി നമ്മളിത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്ങുന്നതുകൊണ്ട് അതിനെ എതിർക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതാത് സമയങ്ങളിൽ വന്ന സർക്കാരുകൾ, അത് BJP സർക്കാരാവട്ടെ കോൺഗ്രസ് സർക്കാരാവട്ടെ, നിരോധിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. ഈ ഗോവധത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചിലയിടത്ത് വീതിച്ചാണ് നിങ്ങൾ നിലപാടുകൾ എടുക്കുന്നത്. ദേശീയ പാർട്ടിയല്ലേ? SNDP പോലെ ഒരു പ്രാദേശിക സംഘടനയൊന്നും അല്ലല്ലോ നിങ്ങളുടേത്. വീതിച്ചല്ലോ നിലപാടെടുക്കുന്നത്. ഇപ്പം മഹാരാഷ്ട്രയിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. മഹാരാഷ്ട്രയിൽ നിന്നും ജനവിഭാഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്, ആ ഗവൺമെൻറ് മുന്നിൽ ഒരു വിഷയം വന്നപ്പോൾ ഗവൺമെൻറ് തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ ആ നിർബന്ധം കൊണ്ട് കോൺഗ്രസും തീരുമാനമെടുക്കേണ്ടി വന്നു. ഒറീസയിലും ജമ്മു കാശ്മീരിലും ഗുജറാത്തിലും ആന്ധ്രയിലും ഒക്കെ എടുക്കേണ്ടി വന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ A. സജീവൻ, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും മുൻവിധി ഉള്ളത് കൊണ്ട് ഇങ്ങനെ തോന്നുന്നതാണോ? താങ്കൾ ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ ഏതർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്? ആരോടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഗോവധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തുള്ള ചോദ്യവും അതായിരുന്നു, അദ്ദേഹം പറഞ്ഞ കാര്യവും അതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് ഗോവധത്തിന് അനുകൂലമല്ല എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോവധം വേണമെന്നാവശ്യപ്പെടുകയും ഗോവധത്തിനെതിരെ രംഗത്ത് വരികയും ആരെങ്കിലും എന്തെങ്കിലും ഇറച്ചി സൂക്ഷിച്ചു വെച്ചാൽ പോലും അതൊക്കെ എല്ലാം പശുമാംസമാണ് എന്ന് വിചാരിച്ച് അവരെ എല്ലാം കശാപ്പ് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ. പശുവിനെ കശാപ്പ് ചെയ്യുന്നതിനേക്കാൾ വളരെ ലളിതമാണ് മനുഷ്യനെ കശാപ്പ് ചെയ്യുന്നത് എന്ന ഒരു മനോഭാവം. അത് ഏത് പാർട്ടിയുടെ ആയാലും ഏത് വ്യക്തികൾ ചെയ്താലും പാർട്ടിയൊന്നുമല്ലേ പ്രശ്നം. ഈ ഒരു മനോഭാവം ആണ് പ്രശ്നം. ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ആടിനെ കൊല്ലാം, അല്ലെങ്കിൽ പശുവിനെ കൊല്ലാൻ പാടില്ല, പന്നിയെ കൊല്ലാം, പശുവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള രീതിയിൽ. നേരത്തെ രാജേഷ് പറഞ്ഞൊരു കാര്യം, പശു ദൈവമാണെന്ന് വിശ്വാസം. നമുക്കറിയാം, ചരിത്രപരമായി നോക്കിയാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇതൊരു കാര്യം സംഭാവ്യം ഗോഷു സമ്പന്നം എന്ന രീതിയിൽ ഉള്ള ഒരു ഇതുണ്ട്. കാരണം പശു ഉള്ള ആളുകൾ
പശുവിൻ്റെ പശു വളർത്തുന്ന ആളുകൾ സമ്പന്നരാകുന്നത് യാഥാർത്ഥ്യം ശരിയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പശു ആയിരുന്നു അന്നത്തെ അക്കാലത്തെ ആളുകളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതായിരുന്നു ഏറ്റവും കൂടുതൽ ധനസമ്പാദനത്തിലുള്ളൊരു മാർഗം. അക്കാലത്ത് പശുവിനെ കൊല്ലുന്നതൊക്കെ പാവമായിട്ട് കണക്കാക്കിയിരുന്നു. പശുവിനെ കട്ടുകൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. ആ കാലമല്ല ഇപ്പോഴത്തെ. അന്ന് അത് ഒരു വിശ്വാസത്തിൻ്റെ കാര്യം എടുത്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിലാക്കിക്കൊണ്ട് ആരും ഞാൻ കഴിക്കേണ്ട, ഇപ്പം വെള്ളാപ്പള്ളി പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. ഞാൻ കഴിക്കും അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല, അത് ആർക്കും പറയാം. രാജേഷും പറഞ്ഞല്ലോ. അതിന് പകരം ആരും കഴിക്കരുത്, ആരും ചെയ്യരുത്. പശുവിനെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോഴോ നടത്തി കൊണ്ടുപോകുമ്പോഴോ അതൊക്കെ കൊല്ലാനാണെന്ന് വിചാരിച്ച ആളുകൾ കൊല്ലാം. ഇപ്പം അഖിലാഖിനെ കൊന്നത് മാത്രമല്ല, ഇവിടെ വീണ്ടുണ്ടായല്ലോ, ഷിംലയിലുണ്ടായല്ലോ. അവിടെ പശുവിനെ കൊണ്ടുപോകുന്നതിനിടയിലാണ്. ഇതൊക്കെ കൊല്ലാനായിരിക്കാം. പക്ഷേ ഈ അർത്ഥത്തിലാണ് വെള്ളാപ്പള്ളി ഇത് പറഞ്ഞത് എന്ന് താങ്കൾ വായിച്ചെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ വക്താക്കളായി വരുന്ന ശ്രീ സന്തോഷ് കുമാറിനെ പോലുള്ളവർ അത് വൈകുന്നേരത്തെ ചർച്ചകളിൽ എത്തുമ്പോൾ അത് ബി ജെ പി ബന്ധത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിന് വലിയ പരിക്കേൽപ്പിക്കേണ്ട എന്ന രീതിയിൽ വി രാജേഷിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രതികരിക്കുന്നത്? ഞാൻ സന്തോഷ് കുമാറിന് മറുപടി പറയാൻ അവസരം തരാം. പക്ഷേ സജീവൻ എങ്ങനെ അതിനെ കാണുന്നു? സ്വാഭാവികമായിട്ട് സന്തോഷ് കുമാറിനെ പോലുള്ള ആളുകൾക്ക് ഇത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പോൾ അടുത്തെത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു സീറ്റ് കിട്ടുക, ഇപ്പം രാജേഷിൻ്റെ പാർട്ടിക്കാണെങ്കിലും സന്തോഷിൻ്റെ പാർട്ടിക്കാണെങ്കിലും ഏത് പാർട്ടിക്കാണെങ്കിലും ഒരു സീറ്റ് കിട്ടുക, കുറച്ച് ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു ബന്ധം തകർന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടാവുന്ന സീറ്റുകളെ കുറിച്ചൊക്കെ ആയിരിക്കും അവരുടെ വേവലാതി. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ പറയും. മറ്റത് വളരെ കൃത്യമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കുന്നത് തെറ്റല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യമെന്ന എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്നതിലുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് അദ്ദേഹം പറയുന്നത്. സന്തോഷ് കുമാർ പറയൂ, ഇത് കേട്ടപ്പോൾ എന്താണ് താങ്കൾക്ക് ഇനി അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ നൽകാനുള്ളത്? ലാലെ, ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അപ്രസക്തമായൊരു സബ്ജക്റ്റാണ്. ഇത് കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലവുമായി ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നത് ശ്രീ സന്തോഷ് കുമാർ. അതിനാണ് നിങ്ങൾ എന്നെ കുറിച്ച് അനാവശ്യം പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല എന്ന് ഞാൻ കരുതിയേനെ. വെള്ളാപ്പള്ളിയെ പോലെ ഒരു സംഘടനയുടെ സമുന്നതനായ ഒരു നേതാവ് ഇത് ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ നിങ്ങൾ പറയുന്നതിൽ നിന്ന് അത് വ്യത്യാസം വരുമ്പോൾ അത് ഞാൻ ചോദിക്കും. ഇപ്പൊ ലാലിന് ഇന്ന് ലാലിനൊരു ഉദ്ദേശമുണ്ട്. എന്നാ ഉദ്ദേശം? BJPയുടെ കുറേ ആളുകൾ ഗോമാംസത്തിനെതിരെ പ്രതികരിക്കുന്നു. അപ്പോൾ പശു ഇറച്ചി അല്ലെ ബീഫ് ഞാൻ കഴിക്കും. പശു ഇറച്ചി കഴിച്ചോ എന്ന് പോലും അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് തന്നെ അറിയത്തില്ല. ബീഫ് കഴിക്കുമെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ബീഫ് കഴിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചർച്ചയാക്കി എങ്ങനെയെങ്കിലും വരാൻ പോകുന്ന ഒരു മൂന്നാം മുന്നേറ്റത്തെ തടയാൻ ഇതൊരു കാരണമാകാവോ എന്ന് ശ്രീ സന്തോഷ് കുമാറിന് ഒരു അജണ്ടയുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഈ ഗോമാംസ പ്രശ്നം ചോദ്യമായി വന്ന് അതിന് ഉത്തരം പറയുമ്പോൾ ഈ മൂന്നാമതായി വരാൻ പോകുന്ന ചേരിയുടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളത് ശ്രീ സന്തോഷ് കുമാറിനും പ്രശ്നമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് അങ്ങ് പറഞ്ഞതുപോലെ. ഇല്ല SNDP യോഗം വിഭാവനം ചെയ്യുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാളോടും മുൻവിധികളില്ല, ഒരാളോടും വിദ്വേഷങ്ങളില്ല. BJP എന്ന് പറയുന്നത് BJP ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി ഒരു പിന്നോക്കക്കാരനാണ്. റെയിൽവേ ട്രാക്കിലൂടെ ചായ വിറ്റ് നടന്ന ഒരു പിന്നോക്കക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയും ഇന്ന് ലോക രാജ്യങ്ങൾ അംഗീകരിക്കും. ശ്രീ KM സന്തോഷ് കുമാർ, വിഷയം മാറിപ്പോകുന്നു. അത് വി രാജേഷ് പറഞ്ഞോളും. വി രാജേഷ് ഞാൻ അവസരം കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളാപ്പള്ളി പറഞ്ഞില്ല. ശ്രീ KM സന്തോഷ് കുമാർ, ഞാൻ തിരിച്ചു വരാം. ഇനിയും അവസരങ്ങൾ വരുന്നുണ്ട്, ഞാൻ തിരിച്ചു വരാം. ആദ്യഘട്ടത്തിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഗോമാംസത്തിൽ മാത്രം നിൽക്കണ്ടല്ലോ, ഞാൻ തിരിച്ചു വരാം. നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഞാൻ മറ്റു രണ്ട് അതിഥികളിൽ നിന്നാണ് അതിനുള്ള വിശദീകരണങ്ങൾ തേടുന്നത്. ഒന്ന് ഡോക്ടർ ബിജു രമേശും മറ്റത് ശ്രീ ഷാജി വെട്ടൂരാനും. ഏറ്റവും ആദ്യം ഡോക്ടർ ബിജു രമേശ്, ഏത് അന്വേഷണവും ആയിക്കോട്ടെ, CBI അന്വേഷണം ഇനി നരേന്ദ്രമോദിയെ സ്വാധീനിച്ച് രക്ഷപ്പെടാനാണോ എന്ന ചോദ്യം വന്നപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ അന്വേഷിച്ചോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി മാധ്യമങ്ങളെ കണ്ടപ്പോഴും മുഖ്യമന്ത്രിയെ കണ്ടപ്പോഴും താങ്കൾ പറഞ്ഞ വെളിപ്പെടുത്തലിലെ ആ എഴുത്ത് കൈമാറാനും അങ്ങെന്തോ ഇപ്പോൾ അത് വീണ്ടും പഴയ തന്ത്രം പോലെ ഒന്ന് ഹൈഡ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എന്താണ് അതിനകത്ത് SNDPയുടെ ഇന്നത്തെ നിലപാടും താങ്കളുടെ
ചിന്തയും? ഇതിപ്പം മുഖ്യമന്ത്രിക്ക് നൽകിയതും ആഭ്യന്തര മന്ത്രിക്ക് നൽകിയതുമായിട്ടുള്ള കത്തെന്ന് പറയുന്നത് ഇതൊരു തുടർ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അന്വേഷണം തൃപ്തികരമല്ല, പൂർണ്ണമല്ല. അപ്പോൾ അതുകൊണ്ട് പലരിൽ നിന്നും മൊഴി എടുത്തിട്ടില്ല എന്ന് നിരവധി പേര് പരാതി പറയുന്നുണ്ട്. ചിലർ അവിടെ മൊഴി കൊടുക്കാൻ വേണ്ടി ചെന്നിട്ട് അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥർ മൊഴി എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ പശ്ചാത്തലങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രഗത്ഭരായിട്ടുള്ള ഒന്നുകിൽ നമ്മൾ ലോ ആൻഡ് ഓർഡർ DGP സ്പെസിഫൈ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, DGPയോ അല്ലെങ്കിൽ ജേക്കബ് തോമസ്, അതുപോലെ സമൂഹത്തിൽ ജനങ്ങൾക്ക് അംഗീകാരമുള്ള കറപ്റ്റഡ് അല്ലാത്ത ആരുടെയും സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത കുറച്ചുകൂടെ ജനങ്ങൾ അംഗീകരിക്കുന്ന മേലുദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു പ്രത്യേക ഒരു സെല്ല് രൂപീകരിച്ചുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ്, അന്വേഷണം തുടരണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സമര നടപടികൾ ആദ്യം തുടക്കത്തിൽ മുന്നോട്ട് പോകും. അതും നടന്നില്ലെങ്കിൽ ഞങ്ങൾ CBIക്ക് തന്നെ കേസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. കേരളത്തിലെ ഇത്രയും വലിയൊരു മഠത്തിൻ്റെ SNDP പോലുള്ള പ്രസ്ഥാനത്തിൻ്റെയൊക്കെ മുകളിൽ ഇരിക്കുന്ന ഗുരുദേവൻ ഉണ്ടാക്കിയിരിക്കുന്ന ഗുരുദേവൻ്റെ ചൈതന്യം സ്ഥിതി ചെയ്യുന്ന മഠത്തിൻ്റെ മഠാധിപതിയായിരുന്ന ശ്രീ ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണം, ആ ദുരൂഹത ജനങ്ങളുടെ മനസ്സിൽ വളരെയേറെ തളകെട്ടി കിടക്കുകയാണ്. ആ കൊലപാതകം ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്നുള്ള ആ വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി ശ്രീനാരായണ ധർമ്മവേദി നേരത്തെയും ഇറങ്ങിയിട്ടുള്ള, ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായി പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമല്ല, നേരത്തെയും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഉപവാസം നടത്തി, അതിനുശേഷം പരാതികൾ നൽകി, ഒന്നുമായില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരു പുറത്തേക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ അത് സംഭവം പുറത്തേക്ക് ലൈവായി. ഡോക്ടർ ബിജു രമേശ്, കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങ് ഈ ചർച്ചയിൽ ഒരു പേര് വെളിപ്പെടുത്തിയതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് പ്രിയൻ ആണ് കൊന്നതെന്ന് താങ്കളോട് പറഞ്ഞതും താങ്കൾക്ക് DYSP ഷാജി ജയിലിൽ നിന്ന് എഴുതിയ എഴുത്തിനെക്കുറിച്ചും, ആ എഴുത്ത് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു തടസ്സമുള്ളത്? ഇല്ല, ഷാജി എനിക്ക് ലെറ്റർ എഴുതിയിട്ടില്ല എന്നാണ് ഷാജി പറഞ്ഞത്. ലെറ്റർ ജയിലിൽ നിന്നൊരു ജയിൽ പുള്ളി ലെറ്റർ അയക്കുമ്പോഴത്തേക്കും ജയിലിലെ രജിസ്റ്ററിൽ അവർ അയക്കുന്ന എഴുത്തുകളുടെ കറസ്പോണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. അത് തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെറ്റർ ഇനി ഏത് ഫയലിലാണ് കിടക്കുന്നത്, എവിടെ കിടക്കുന്നത് തപ്പിയെടുക്കേണ്ടതുകൊണ്ട് ഒരുപാട് 6 വർഷം മുമ്പ് വന്നൊരു കത്ത്, 6-7 വർഷം മുമ്പ് വന്നൊരു കത്തായതുകൊണ്ട് അത് നോക്കിയെടുക്കേണ്ടതാണ്. അവിടെ എവിടെയെങ്കിലും കാണും. അതെൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, നോക്കാനായിട്ട് അത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കത്ത് ഇപ്പോൾ ഇത് ചെയ്യാത്ത. അതുപോലെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇന്ന് കിട്ടിയായിരുന്നു തീർത്ഥർ സ്വാമി എഴുതിയിരിക്കുന്ന കത്ത്. ഈ തീർത്ഥർ സ്വാമിയായിരുന്നു ഈ കൊലപാതകം അവിടെ നടക്കുമ്പോൾ അദ്വൈത ആശ്രമത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നത്. സ്വാമി ഇന്ന് അബ്സ്കോണ്ടിങ് ആണ്. സ്വാമി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിനെ ശിവഗിരി മഠം പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു, അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. അല്ലാതെ തന്നെ ഒരു സംഘടന ഈഴവ മഹാസഭയൊക്കെ പോയി ഹൈക്കോടതിയിൽ സമീപിച്ചു. DIG ലെവലിൽ അത് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ട് 3 വർഷത്തിന് മുകളിലായി. ഇതുവരെയും തീർത്ഥർ സ്വാമി എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് പോലീസിനോ നമുക്കോ ആർക്കും കണ്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. തീർത്ഥർ സ്വാമിയുടെ ഒരു കത്ത് ഞാനിന്ന് മീഡിയാസിന് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ളതിനെക്കുറിച്ച് 2 വെള്ളാപ്പള്ളി നടേശനെയും സൂക്ഷ്മാനന്ദ സ്വാമിയുടെ പേരുകളൊക്കെ അദ്ദേഹം അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ കത്തിൻ്റെ കോപ്പിയും ഇന്ന് പത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല തീർത്ഥർ സ്വാമി ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും കത്തുകൾ അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയൊരു സ്വാമിയാണ്. ആ സ്വാമി ഇന്നിപ്പോൾ മിസ്സിംഗ് ആയിട്ട് ഇത്രയും വർഷമായി. ആ സ്വാമിയുടെയും വിവരം കണ്ടെത്തേണ്ടതാണ്. അതിനെ തുടർന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ച ഇനിയും കോടതിയിൽ സമീപിക്കാൻ തന്നെയാണ് ശ്രീനാരായണ ധർമ്മവേദിയുടെ തീരുമാനം. ശ്രീ സന്തോഷ് കുമാർ, ഈ കാര്യത്തിൽ ശ്രീനാരായണ ധർമ്മവേദി എടുത്തിട്ടുള്ള നിലപാടുകളും അവർ നടത്തിയ സമരങ്ങളും അവരുടെ കൈവശമുള്ള തെളിവുകൾ അവർ കേട്ട മൊഴികൾ ഇതൊക്കെയാണ് ചർച്ചാ വിഷയമാകുന്നത് എന്ന് പറയുമ്പോൾ, എന്ത് അന്വേഷണവും വന്നുകൊള്ളട്ടെ, ഞങ്ങൾക്കിതിനകത്ത് ഇനി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ അവശേഷിക്കും. ആ ചോദ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്മാറുന്നത്? അന്വേഷണത്തെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആണ് ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത് എന്നല്ലേ വരിക. നിങ്ങളും കൂടി ആവശ്യപ്പെടേണ്ടേ തീർത്ഥർ സ്വാമി എവിടെ പോയി, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ജനറൽ സെക്രട്ടറിക്ക് എതിരായി കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ആ ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ ഈ കാര്യങ്ങളിലൊരു അന്വേഷണം വേണം. അത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അന്വേഷിച്ച കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രതിരോധത്തിലാകുന്നത്?
ഞങ്ങൾ ലാല എന്ത് പ്രതിരോധത്തിലാണ് ലാല ഞങ്ങളായിട്ടുള്ളത്? എന്താ ലാല ഇങ്ങനെയൊക്കെ? ഇതെല്ലാം ഈ പ്രബുദ്ധ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ബിജു രമേശിൻ്റെ വാക്കുകളെക്കുറിച്ച് എനിക്ക് വാക്കിന് പൊട്ടു ചെവിയെന്ന് ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ എന്ത് പ്രസക്തി? 6 വർഷം മുമ്പ് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് കത്തയച്ചെങ്കിൽ കത്ത് അന്ന് കൈരളി ടി വിക്ക് തന്നത് റിലീസ് ചെയ്യണ്ടേ? അദ്ദേഹം ഇപ്പം ഈ പറയുന്നതിനകത്ത് അനൗചിത്യം, ഇത് വളരെ ബ്ലണ്ടറല്ലേ പറയുന്നത്? ഇപ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ഇഫ് ദർ ഈസ് എനി എവിഡൻസ്, ഈ വേറെ പുതിയ എവിഡൻസ് വന്നിട്ടുണ്ടെങ്കിൽ 173(8) CRPC പ്രകാരം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. എന്താണ് ഫർദർ എവിഡൻസ്? എന്നോട് അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, പ്രിയം പറഞ്ഞു, എന്നോട് വന്നു പറഞ്ഞു, ഈ പറഞ്ഞു കേട്ടുള്ള ഹിയർസേ എവിഡൻസ് അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഉണ്ടെങ്കിൽ കൊണ്ട് ഹാജരാക്കൂ. ഏത് അന്വേഷണത്തെ നേരിടാൻ SNDP യോഗം ശക്തമാണെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം ലാൽ ശ്രദ്ധിക്കണം. എന്തിനാ SNDP ഇതിനകത്തോട്ട് വഴിച്ചളിക്കാൻ? ഞാൻ SNDP പ്രവർത്തകനാണ്. നിങ്ങളൊക്കെ SNDP പ്രവർത്തിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് SNDP ഇതിനകത്തോട്ട് ദയവ് ചെയ്ത് വലിച്ചിഴക്കരുത്. SNDP ഒരു സമുദായ സംഘടനയാണ്. ബിജു രമേശ് പറയുമ്പോൾ ഇദ്ദേഹം താങ്കളുടെ ഈ ചാനലിൽ താങ്കളുടെ അല്ലല്ല എന്നെ പറയാൻ അനുവദിക്കണം ലാൽ പ്ലീസ്. ഇദ്ദേഹം ഈ ചാനലിരുന്ന് ഈ കേരളത്തോട് വിളിച്ചു പറഞ്ഞതാണ് ശാശ്വതാനന്ദ സ്വാമിയെ കൊന്നതിന് പ്രതിഫലമായിട്ട് ഡോക്ടർ സോമന് കൊടുത്തതാണ് യോഗം പ്രസിഡന്റ് സ്ഥാനം. അയാൾ ശാഖാ സെക്രട്ടറി പോലും ആകാത്ത ആളാണെന്ന് ഈ ചാനലിൽ കൂടെ വെളിപ്പെടുത്ത വിദ്വാനാണ് ഇയാൾ. ഇയാൾക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറയും. കാരണം SNDP യോഗത്തിന്റെ കീഴിലുള്ള ആലുവ യൂണിയന്റെ പ്രസിഡന്റായി 1997 മുതൽ പ്രവർത്തിക്കുകയും തുടർന്ന് ദേവസ്വം സെക്രട്ടറിയായി വരികയും 2 തവണ കഴിഞ്ഞിട്ട് J. കമലാസൻ എന്ന യോഗം പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് വരികയും അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുത്ത ആളാണ് ഡോക്ടർ സോമൻ. ഈ മനുഷ്യൻ ഈ ചാനലിലൂടെ പറഞ്ഞതെന്താണ്? ഇതുപോലുള്ള ആളുകൾ വിളിച്ചു വെക്കരുത്. യെസ്, താങ്കൾക്ക് കുറെ ദിവസമായി പറയാനുള്ള ആ കാര്യം 97 മുതൽ ആലുവ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളിനെ, ഒരു ശാഖാ സെക്രട്ടറി പോലും ആകാത്ത ആളിനെ കൊലപാതകത്തിന്റെ മറുപിടിച്ചതിന് പ്രതിഫലമായി യോഗം പ്രസിഡന്റ് ആക്കി എന്ന് പറഞ്ഞ ആളയാള്. ഇയാൾക്ക് എന്നാ പറയാൻ കാര്യം? ശ്രീ KM സന്തോഷ് കുമാർ, ഞാൻ അവിടെ കൊച്ചി ബ്യൂറോയിൽ താങ്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. താങ്കളുടെ ശബ്ദത്തിന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, എനിക്കും ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റും താങ്കൾ നല്ലവണ്ണം പ്രതികരിക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥ അത് ഉണ്ടാകാൻ വേണ്ടി മാത്രം. അത് ഒരു തമാശയായിട്ട് എടുക്കണ്ട. ഈ ചർച്ചയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഡോക്ടർ സോമൻ ഒരു പാരിതോഷികമായിട്ടാണ് ഈ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വേറെ ചർച്ച ചെയ്യാം. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ആ ചർച്ച ആണല്ലോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, നിങ്ങളെ പ്രതിരോധത്തിലാക്കിയത്. അതിപ്പോൾ അങ്ങ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഡോക്ടർ സോമൻ അങ്ങനെയല്ല പ്രസിഡന്റ് ആയത് എന്നുള്ളത്. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യമുണ്ട്. നിങ്ങളുടെ ജനറൽ സെക്രട്ടറിക്കെതിരെയും നിങ്ങളുടെ വൈസ് പ്രസിഡന്റിനെതിരായിട്ടും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ പലതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം ആ സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. അതിനേക്കാൾ ഉപരിയായി സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരാനും അതിൽ ആരെങ്കിലും കുറ്റവാളിയാണെങ്കിൽ അത് കണ്ടെത്താനും ഉത്തരവാദിത്വം എടുക്കേണ്ടവർ കൂടിയാണ് നിങ്ങൾ. ആ കാര്യത്തിൽ ഈ ശ്രീനാരായണ ധർമ്മവേദി ചെയ്തതിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്തു? ഈ കാര്യത്തിൽ തീർത്ഥസ്വാമിക്ക് എന്ത് പറ്റി എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? ഈ പറഞ്ഞ പ്രവീൺ വധക്കേസിലെ പ്രതികൾക്ക് എങ്ങനെയാണ് അവർ പ്രതികളായത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾ ആ കാര്യത്തിലൊക്കെ എന്ത് നിലപാടെടുത്തു എന്ന് കൂടി പറയുമ്പോൾ അത് ഞങ്ങൾ വേറെ പറഞ്ഞോളാം എന്ന് പറയാതെ നിങ്ങളത് കൃത്യമായി അതിന് ഉത്തരം നൽകാൻ ശ്രമിച്ചാൽ ഇപ്പോൾ ഡോക്ടർ ബിജു രമേശ് പ്രതിരോധത്തിലാകും. ഞങ്ങൾ ഏതന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, യോഗം വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, അദ്ദേഹം നുണപരിശോധനയ്ക്ക് തയ്യാറാണ്. ഈ ഇരിക്കുന്ന ബിജു രമേശ് തയ്യാറുണ്ടോ? ഇദ്ദേഹം തയ്യാറുണ്ടോ? നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് ഞാൻ തയ്യാറാണ്. തുഷാർ തയ്യാറാണെങ്കിൽ പറ. അല്ല പോളിഗ്രാഫ് ടെസ്റ്റ് ഒന്നും വേണ്ട, നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് തുഷാർ തയ്യാറാണെങ്കിൽ പറ. ഈ ജനമധ്യത്തിൽ പറയാൻ ഞാൻ രണ്ടുപേരും തയ്യാറാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, തുഷാർ നാർക്കോ അനാലിസിസ് തയ്യാറാണോ? ക്രെഡിബിലിറ്റി വേണം, ആണുങ്ങളാകണം. നിങ്ങളുടെ താങ്കളുടെ ചരിത്രം പറയാൻ ഒരു വലിയ ഞാൻ പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. സന്തോഷിന്റെ ചരിത്രം പറയാൻ ഒരുപാടുണ്ട്. സന്തോഷ് ഗോപാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട്
ധർമ്മവേദി വരാൻ വേണ്ടി ഗോകുലിൻ്റെ അടുത്ത് വന്ന താങ്കളെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. അന്ന് ശ്രീ കെ പുഷ്പാങ്കര പറഞ്ഞു താൻ ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, യാതൊരു കാരണവശാലും ധർമ്മവേദിയിൽ എടുക്കരുത്. താങ്കളെ വിളിച്ചുകൊണ്ട് വന്നത് ശ്രീ എം പി ശ്രീകുമാർ ധർമ്മവേദി ചേരാൻ വേണ്ടി ഒരു 6 വർഷം മുമ്പ് താങ്കളെയും കൊണ്ടുവന്നതാണ്. താങ്കൾ എടുത്തില്ല. ഇന്ന് താങ്കൾ ക്രിമിനൽ കേസ് പ്രതിയല്ലേ? താങ്കൾ ഗിരീഷ് എന്ന് പറഞ്ഞാൽ താങ്കൾ സാമ്പത്തിക ക്രമക്കേടിൽ താങ്കളും വെള്ളാപ്പള്ളി പ്രതിയായി ക്രിമിനൽ കേസുണ്ട്. ഗിരീഷ് ഫയൽ ചെയ്തിരിക്കുന്ന 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള പണാപകരണത്തിൽ ഒരു പണാപകരണ കേസിൽ പ്രതിയല്ല. ശ്രീ കെ എം സന്തോഷ് കുമാർ, ഡോക്ടർ ബിജു രമേശ്, നിങ്ങൾ രണ്ടുപേരോടും എന്റെ ഒരു അഭ്യർത്ഥന ഇതാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട വ്യക്തിപരമായി. ചരിത്രം പറയാനല്ല വന്നത്, മരണത്തെ കുറിച്ച് പറയാനാണ്. ഇതിലേക്ക് വരിക ശ്രീ സന്തോഷ് കുമാർ. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രത്യേകം നിയോഗിച്ചാണ് താങ്കൾ SNDP യോഗത്തിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ താങ്കളോടും ചോദ്യം ചോദിക്കുന്നത്. വ്യക്തിപരമായിട്ട് വേണ്ട. താങ്കളുടെ വിജയവും പരാജയവും ഇതിനകത്ത് പ്രശ്നമല്ല. താങ്കളുടെ സ്വഭാവത്തെക്കുറിച്ചും ഡോക്ടർ ബിജു രമേശിന്റെ സ്വഭാവവും പ്രശ്നമല്ല. ഇവിടുത്തെ പ്രശ്നം ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യം തന്നെയാണ്. അത് വീണ്ടും വേണമെങ്കിൽ ഞാൻ ചോദിക്കാം. ഏത് അന്വേഷണത്തെയും നേരിടാമെന്ന് പറയണം. എന്തിനു വേണ്ടി നുണപരിശോധന വേണം? അതൊന്നും അല്ലല്ലോ. അതല്ലല്ലോ പറയേണ്ടത് എന്താണ്? തീർത്ഥസ്വാമി എവിടെയെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? സ്വാമി ശാശ്വതീകാനന്ദയെ കുറിച്ച് ശ്രീനാരായണ ധർമ്മവേദി വെറുതെ ഒരു കഥയുണ്ടാക്കിയാണോ ഈ ഇത്രയും ദിവസം ഇങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി വിശ്വാസമുണ്ട്. നിങ്ങൾ കൃത്യമായി അന്വേഷിച്ച് ഏത് കാര്യത്തിൽ വിശ്വസിച്ചിട്ടാണ് ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണത്തിൽ മുന്നോട്ട് പോകാത്തത്? ലാലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ ലാലേ, ശിവഗിരി മഠത്തിൽ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളിക്ക് ഒരു ലക്ഷ്യം വേണം. മോഷ്ടിക്കുന്നവന് ലക്ഷ്യം ആ മോഷണം മുതൽ എടുക്കുക എന്നുള്ളതാണ്. കൊലപാതകം ചെയ്യുന്നവൻ അവൻ്റെ മുൻവൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങൾക്കും ഒരു ലക്ഷ്യങ്ങളുണ്ട്, ഇന്റൻഷൻ. അവനൊരു ബെനിഫിഷ്യറി ആയിരിക്കണം. ഇവിടെ ശാശ്വതീകാനന്ദ സ്വാമിയുടെ നിര്യാണം കൊണ്ട് അല്ലെങ്കിൽ ജലസമാധി കൊണ്ട് നഷ്ടം സംഭവിച്ചത് SNDP യോഗത്തിനാണ്. SNDP യോഗവും ധർമ്മസംഘവും സ്വാമിയുടെ കാലത്ത് ഒന്നായിരുന്നു. ഒറ്റക്കെട്ടായി ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി പോയതാണ്. ശാശ്വതീകാനന്ദ സ്വാമിയുടെ വിയോഗത്താൽ ഉണ്ടായത് എന്താണ്? ഇന്ന് ശിവഗിരി മഠത്തിൽ ബിജു രമേശിനെ പോലെയും ഗോകുലം ഗോപാലിനെ പോലെയും SNDP യോഗത്തെ ചീത്ത വിളിക്കുകയും കേസ് കൊടുക്കുകയും ആക്ഷേപിക്കുകയും യോഗം ജനറൽ സെക്രട്ടറിയെ തെറിവിളിക്കുകയും ചെയ്യുന്നവരാണെന്ന് ശിവഗിരി മഠത്തിലെ സന്യാസിമാരുടെ കൂട്ടുകാർ. അപ്പോൾ ഇന്നിരിക്കുന്ന പ്രകാശാനന്ദ സ്വാമി ശാശ്വതീകാനന്ദ സ്വാമിയോട് പിണങ്ങി 9 വർഷവും 9 മാസവും 9 ദിവസവും മൗനവ്രതം ആചരിച്ച ആളാണ്. ഇന്ന് ശിവഗിരി മഠത്തിന്റെ ഭരണസ്ഥാപനങ്ങൾ കൈയാളുന്ന ആളുകൾ ഈ പറയുന്ന കറക്കം കമ്പനി. അതിന്റെ ഗുണം നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ ബിജു രമേശ് ഈ ഒരു ആരോപണവുമായി വന്നപ്പോഴാണല്ലോ ഈ സ്വാമിമാരുടെ പ്രശ്നവും നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ കാര്യത്തിൽ അവർ പ്രതികളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി വാദിച്ചില്ല? ഞങ്ങൾക്ക് ബിജു അങ്ങനെ ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണത്തെ സംബന്ധിച്ച് യാതൊരു സംശയങ്ങളുമില്ല. സുതാര്യമായ രീതിയിൽ അന്നത്തെ പോസ്റ്റ്മോർട്ടം നടന്നതിന്റെ മുഴുവൻ രേഖകളും റിക്കാർഡിക്കലായിട്ട് വീഡിയോ ക്ലിപ്പിംഗ്സോടുകൂടി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ശ്രീ സന്തോഷ് കുമാർ അങ്ങയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ കുറെ നേരമായി നമ്മൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഒരു പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഷാജി വെട്ടൂരാൻ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ശാശ്വതീകാനന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകേണ്ടതുള്ളൂ? അവിടെ ഒരു എന്തെങ്കിലും വിദ്വേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകേണ്ടതുള്ളൂ, അദ്ദേഹത്തിനൊരു അപായം സംഭവിക്കേണ്ടതുള്ളൂ എന്ന് എന്തോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ശ്രീ സന്തോഷ് കുമാർ. അതിപ്പോൾ ഇന്ന് ഒരു കോയിൻസിഡൻസ് ആയിട്ടാണെങ്കിൽ കൂടി അടൂരിലെ മൈക്രോ ഫിനാൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മാധ്യമങ്ങൾ നേരത്തെ പറയാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ശ്രീ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം അദ്ദേഹം തന്നെ നടത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യത്തിൽ സ്വാമിയുമായി ബന്ധപ്പെട്ട മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാലയളവിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷാജി വെട്ടൂരാൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മരണത്തിൻ്റെ കാരണം 2 കാര്യമാണ്. ഒന്ന് സാമ്പത്തികം, 2 പവർ. ഈ 2 കാര്യത്തിലാണ് സ്വാമിയുടെ ഈ മേർഡർ നടന്നിരിക്കുന്നത്. സാമ്പത്തിക ഇടപാട്
സ്വാമി വെള്ളാപ്പള്ളിക്ക് 40 കോടി കൊടുത്തിരുന്നു മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതിനെ സംബന്ധിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. അത് ഒരു വിഷയമാണ്. ഇന്ന് ഇവിടെ സന്തോഷ് പറഞ്ഞ പോലെ SNDP യോഗം ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംശയങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് അത് ക്ലിയർ ചെയ്യേണ്ടത് SNDP യോഗം ജനറൽ സെക്രട്ടറിയും അതിൽ നിൽക്കുന്നവരുടെയും കടമയാണ്. കാര്യം ഇത് മൊത്തം സമൂഹം കാണുകയാണ്. അപ്പോൾ ഒരു വലിയ സമൂഹത്തിൻ്റെ പാർട്ടാകുമ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട SNDP നിൽക്കുന്നവരെയാണ്. SNDP യോഗം എന്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല? അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ സംശയം റേസ് ചെയ്യാണ്. അതേസമയം SNDP യോഗം മുന്നോട്ട് വന്ന് ചുമ്മാ ഇങ്ങനെ ഏത് അന്വേഷണം ചെയ്യാമെന്നല്ല, അവർ കൂടെ ഇറങ്ങി നിൽക്കണം. പല കാര്യം ഇത് പണ്ട് നടന്ന ഒരു സംഭവമാണ്. ഇതിന് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അത് ഒരു മേർഡർ കേസ്, ഒരു വലിയ സ്വാമിയുടെ, ഇത് കുറേ ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഇതെല്ലാം ആൻസർ ചെയ്യേണ്ട ആരുടെ ജോലിയാണ്? ആ കസേര എന്ന് പറഞ്ഞാൽ ഗുരുദേവനും മാശാനും എല്ലാവരും ഇരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഈ കേരളത്തിൽ നയിച്ച ഒരു പ്രസ്ഥാനമാണ്. ആദ്യത്തെ ഒരു ഓർഗനൈസേഷനുമാണ്. ശ്രീ ഷാജി വെട്ടൂരൻ വളരെ കൃത്യമായി തന്നെ പറയൂ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് SNDP യോഗം ഈ കാര്യത്തിന് താങ്കൾ പറഞ്ഞതുപോലെ മുന്നിട്ടിറങ്ങുന്നില്ല? അങ്ങനെ മുന്നിട്ടിറങ്ങിയാൽ എന്തെങ്കിലും അവർക്ക് മറയ്ക്കാനുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? അല്ല, ഇപ്പോൾ ഈ കണ്ടുവരുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. തെളിവില്ല. എനിക്ക് തെളിവില്ല. എനിക്ക് ഈ വിഷയത്തെ പറ്റി വലിയ ഡീപ്പായിട്ട് അറിയില്ല. മൈക്രോ ഫിനാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വന്നപ്പോൾ താങ്കൾ മുമ്പിൽ നിന്ന് പറഞ്ഞതാണ്. അല്ല, മൈക്രോ ഫൈനാൻസിനെ പറ്റിയും സാമ്പത്തിക ക്രമക്കേടും കോഴ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഇത് ശരിക്കും സ്വാമിയുടെ മരണത്തിനെ പറ്റി എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സന്തോഷം ആലോചിച്ച് വെക്കൂ. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. അതായത് ഈ മൈക്രോ ഫിനാൻസും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷാജി വെട്ടൂരാൻ്റെ കയ്യിലുണ്ട്. അത് പറഞ്ഞിട്ടുള്ളതാണ്, വേണമെങ്കിൽ ഇപ്പോഴും പറയും. ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്, അല്ലെങ്കിൽ ചരിത്രം അല്ലെങ്കിൽ പിന്നീട് ഒരു ഫ്യൂച്ചറുണ്ട് ഈ പറയുന്ന SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പഴയകാല ചരിത്രത്തിൽ സ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അത് വന്നുകൂടെ എന്നുള്ളതിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയും? ശ്രീ KM സന്തോഷ് കുമാർ, ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, എന്താണ് പ്രതികരണം? മിസ്റ്റർ ലാൽ, ഈ നമ്മുടെ ഷാജി വെട്ടൂരാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം SNDP യോഗത്തിൻ്റെ കൗൺസിലിൽ ഇരുന്ന ആളാണ്, ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം SNDP യോഗത്തിൻ്റെ കൗൺസിൽ ഇരുന്നപ്പോൾ SNDP യോഗമാണ് ഈ കേരളത്തിൽ സുതാര്യമായ കണക്ക് അവതരിപ്പിക്കുന്ന ഒരു സംഘടന. ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇവിടുത്തെ ഒരു പാർട്ടികളും അവർക്ക് കിട്ടുന്ന കണക്കുകൾ അവർ പുറത്തുവിടാറില്ല. എന്നാൽ ഞങ്ങൾ വർഷാവർഷം ഞങ്ങളുടെ ശാഖകളിലും യൂണിയനിലും യോഗത്തിലും ആ വരുന്ന വരവ് ചെലവ് കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് അത് സുതാര്യമായി കൗൺസിലും കമ്മിറ്റികളും പാസ്സാക്കി അത് വാർഷിക പൊതുവത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജി വെട്ടൂരാൻ യോഗം കൗൺസിൽ ഇരുന്നപ്പോൾ എന്നെങ്കിലും ഇതിനെതിരെ ഒരു വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുള്ള ആളല്ല. അദ്ദേഹം ഇപ്രാവശ്യം യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് അദ്ദേഹത്തിന് 2% പോലും വോട്ട് കിട്ടാത്തൊരു മാന്യ സുഹൃത്താണ്. ആ ബഹുമാനം ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത അദ്ദേഹത്തിന് എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല ശ്രീ സന്തോഷ് കുമാർ? ആർക്ക് വോട്ട് കിട്ടിയില്ല? ഷാജി വെട്ടൂരാൻ. ആർക്ക് വോട്ട് കിട്ടിയില്ലെന്നല്ല ആരും പറഞ്ഞതില്ല, ഈ ഷാജി വെട്ടൂരാന് കിട്ടിയില്ലെന്നാ പറഞ്ഞത്. അതെ, ശ്രീ ഷാജി വെട്ടൂരാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത താങ്കളുടെ അടുത്ത സുഹൃത്തായ വളരെ നല്ല രീതിയിൽ കണക്കുകളൊക്കെ അറിയിക്കുന്ന പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് സുതാര്യമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ശ്രീ ഷാജി വെട്ടൂരാൻ എന്തുകൊണ്ട് SNDP യോഗത്തിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ വോട്ട് കുറയുന്നു? ഞാൻ അങ്ങനെ ഷാജി വെട്ടൂരാണെന്നല്ലോ ഞാൻ പറഞ്ഞത്. SNDP യോഗം അങ്ങനെ അതാ, ഇതാണ് ലാലെ ഈ പീപ്പിൾ ടിവിയുടെ കുഴപ്പം, ഇതാണ് വളച്ചൊടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് യോഗത്തിന്റെ കൗൺസിൽ നേരത്തെ ഇരുന്ന ആളാണ്. കൗൺസിൽ കണക്ക് ലാൽ അങ്ങനെ പറയാതെ പ്ലീസ്, അങ്ങനെ ലാൽ പറയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ലാൽ അങ്ങനെ പോവാതെ. ഞാൻ പറയട്ടെ, ഷാജി വെട്ടൂരാൻ SNDP യോഗത്തിൻ്റെ കൗൺസിലിൽ ഇരുന്ന് എൻ്റെ ഒരു സുഹൃത്താണെന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു യോഗം കൗൺസിൽ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ടോ? യോഗത്തിൻ്റെയും ശാഖയുടെയും യൂണിയൻ്റെയും കണക്കുകൾ കമ്മിറ്റി കൂടി പാസ്സാക്കി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഡിറ്റ് ചെയ്ത് അത് കൗൺസിലിലും കമ്മിറ്റിയിലും വെച്ച് വാർഷിക യോഗത്തിൽ പാസ്സാക്കുന്നതാണ്. ഇത് അല്ലെന്ന് അദ്ദേഹത്തിന് വിസ്മരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് അദ്ദേഹം വന്ന് ഈ പറയുന്നത് സ്ഥാനത്തുനിന്ന് പുറത്തു പോയപ്പോൾ, അധികാരം നഷ്ടപ്പെട്ടപ്പോൾ, ഇപ്രാവശ്യം അദ്ദേഹം മത്സരിക്കാൻ ശ്രമിച്ചു യോഗത്തിനെതിരെ, അദ്ദേഹത്തിന് 2.5% വോട്ട് പോലും കിട്ടാത്ത ആളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാനമോഹികൾ പറയുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ഷാജി വെട്ടൂരാണ് മറുപടി ചോദിക്കാം, പക്ഷെ അതിനു മുമ്പ് ശ്രീ സന്തോഷ്, എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ഈ ഷാജി വെട്ടൂരാൻ
ഇങ്ങനെ ജയിക്കാത്തത്, നിങ്ങളോട് മത്സരിച്ച് നിൽക്കേണ്ടി വരുന്നത്? അദ്ദേഹത്തെ നിങ്ങളൊക്കെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി ഈ കണക്കുകളൊക്കെ ശരിയാക്കാൻ അദ്ദേഹത്തെ മുമ്പിൽ നിർത്തേണ്ടതായിരുന്നില്ലേ? അദ്ദേഹത്തിന് സ്വാർത്ഥ ലാഭങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പുറത്തേക്ക് പോകുമല്ലോ. പുറത്തേക്ക് പോകുന്നവർക്ക് പിന്നെ ഇതിനെ കുറ്റം പറയുക എന്നുള്ളതാണല്ലോ അവരുടെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ശ്രീ ബിജു രമേശ് പറഞ്ഞു, ഏത് അന്വേഷണത്തിനും ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങളുടെ കൗൺസിൽ കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കും. CBI അന്വേഷണം ഉൾപ്പെടെയുള്ളത്. അതുപോലെ തന്നെ യോഗം കൗൺസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കണം. പ്രബുദ്ധ കേരളത്തിൽ പിന്നെ സ്വാശ്വതികാനന്ദ സ്വാമിയെ ഞങ്ങളുടെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. ആ മഹത് വ്യക്തിയുടെ നിര്യാണത്തിന് ശേഷം 13 വർഷത്തിന് ശേഷം ഇങ്ങനൊരു മാധ്യമ വിചാരണയിലൂടെ ആ മഹത് സന്യാസിയെ അപകീർത്തിപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് ശ്രീ സന്തോഷ് കുമാർ, ഈ 13 വർഷത്തിന് മുമ്പ് തന്നെ അദ്ദേഹം സമാധി ഇരുന്ന ആ ദിവസം തന്നെ ശ്രീ വെള്ളാപ്പള്ളി പോലും കേട്ടിരുന്നു അപ്പുറവും ഇപ്പുറവും നിന്ന് ആളുകൾ പറയുന്നത് ഇതിലെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. അന്ന് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് ഈ 13 വർഷത്തിന് ശേഷം ഇപ്പുറമാണ് ആരെങ്കിലും ഇത് പറഞ്ഞു തുടങ്ങിയതെന്ന് നമ്മൾ പറയേണ്ടതുണ്ടോ? ഞാൻ തിരിച്ച് അങ്ങയിലേക്ക് വരാം. നമുക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകണം. ചർച്ച അതുകൊണ്ട് സമയം കുറച്ച് നീട്ടി അങ്ങേക്ക് അവസരം തരാൻ വേണ്ടി തന്നെ ചർച്ചയ്ക്ക് അല്പസമയം നീട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഷാജി വെട്ടൂരാൻ എന്താണ് ഇതിൽ മറുപടി പറയുന്നതെന്നും കൂടെ കേട്ടിട്ടാണ് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരിക. ശ്രീ ഷാജി വെട്ടൂരാൻ, താങ്കൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് താങ്കൾ SNDPയുടെ തലപ്പത്ത് നിന്ന് വോട്ട് കിട്ടാതെ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ശ്രീ KM സന്തോഷ് കുമാർ SNDP യോഗത്തിന് വേണ്ടി വക്താവായി പറയുന്നത്. സന്തോഷ് നേരത്തെ പറഞ്ഞു എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷേ ഞാൻ കൗൺസിലിൽ ഇരിക്കുന്ന സമയത്ത് സന്തോഷമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പുറത്തു പോകാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. മൈക്രോ ഫണ്ടിങ്ങിൽ ഈ ചീറ്റിംഗ് ഇൻസിഡൻറ്റ് നടക്കുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോകാൻ കാരണം. വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് പോലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ് ഒരു 50% പൈസയെങ്കിലും തിരിച്ച് സംഘടനയിൽ ഇടണം. 50% എടുത്തോ, പക്ഷെ 50% തിരിച്ച് പുള്ളി ബില്ലിങ് അല്ല. അപ്പോൾ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മളെപ്പോലെ ഒരു പ്രവർത്തകർ കാണൂല ഇതിൻ്റെ പറയാൻ. ഇതിപ്പോൾ അടൂരിൽ ചില പ്രശ്നങ്ങളുണ്ടായി, അത് SNDP അന്വേഷിക്കുന്നു എന്നാണ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞത്. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത് താങ്കൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. അതെ. പക്ഷേ ഇത് അന്നേ ഉള്ളതാണെങ്കിൽ ഈ കാര്യങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ആണ്, സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് നിങ്ങളെപ്പോലുള്ളവർ മാറി നിൽക്കുന്നതിന് ഇടയാക്കിയത്. ഈ അടൂരിലെ അന്വേഷണം ഒരിടത്തും എത്തില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ബാക്കിയുള്ള സ്ഥലത്തെ കാര്യങ്ങളും അന്വേഷിക്കാൻ മെനക്കെടില്ലേ SNDP യോഗം? ഈ അടൂരിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ യൂണിയൻ്റെ പ്രശ്നമാണ്. വെള്ളാപ്പള്ളി ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ ആ യൂണിയനിലെ പ്രശ്നം നടന്നില്ലെന്ന് പറഞ്ഞാൽ പുള്ളി കണ്ടില്ലെന്ന് പറയുന്നത് അതൊരു എക്സ്ക്യൂസാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് 2% കണ്ടക്ടിങ് ഏജൻസിക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത്, 4% എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് 12% ബെനിഫിഷ്യറിയിൽ നിന്ന് കളക്ട് ചെയ്ത്. ഇതെല്ലാം റെക്കോർഡുണ്ട്. ആ ബെനിഫിഷ്യറികളും എല്ലാം ഉള്ളത് തന്നെയാണോ? 100% ചില ബെനിഫിഷ്യറീസ് ഉള്ളതും ഇപ്പോൾ AG എന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്, ഉള്ളതും ഇല്ലാത്തവരും ഉണ്ട്. ഇപ്പം വെട്ടൂരാൻ പറയുന്നതല്ല, ഇതെല്ലാം ചിലപ്പോൾ വെള്ളാപ്പള്ളി അറിയണമെന്നില്ല. അതായത് ശാഖകളിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ പൈസയല്ലേ. മൈക്രോ ഫണ്ടിങ്ങിൻ്റെ ഫണ്ട് പോകുന്നത് കണിച്ചുകുളങ്ങര അക്കൗണ്ടിലാണ്, മൈക്രോ ഫണ്ടിങ് അക്കൗണ്ടിലാണ് പോകുന്നത്. ബെനിഫിഷ്യറി നേരെ അവരെ അക്കൗണ്ടിൽ അയക്കും. അപ്പോൾ അതൊരു ട്രാൻസ്പാരൻറ്റ് ലുക്കുണ്ട്. ശാഖാ യോഗത്തിൽ നിന്ന് നേരെ യൂണിയനിൽ ചെല്ലും, അവിടെയും ട്രാൻസ്പാരൻ്റ് ഉണ്ട്. യൂണിയന് നേരെ ഈ കണിച്ചുകുളങ്ങര അക്കൗണ്ടിൽ പോവുകയാണ്. അവിടെ നിന്നാണ് ഈ 4% എടുത്തിട്ട് ക്യാപിറ്റലും 2%ആയിട്ട് ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതാണ് VS പ്രസൻറ്റ് ചെയ്തത്. ഇതാണോ അടൂരിൽ സംഭവിച്ചപ്പോൾ ഇവർ അന്വേഷിക്കുന്നത്? അല്ല, അടൂരിലെ ഇഷ്യൂ വേറെയാണ്. മൈക്രോ ഫണ്ടിങ് ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇഷ്യൂ വേറെയാണ്. അതാണ് ഇവർ കുഴപ്പിക്കുന്നത്. ശ്രീ സന്തോഷ് കുമാർ, ഇതൊക്കെ മനസ്സിലാകുന്ന ഷാജി വെട്ടൂരാൻ SNDPയുടെ തലപ്പത്തേക്ക് എത്തിയില്ല, അതിന് സംശയിക്കേണ്ടതില്ല. എങ്ങനെ എത്തും? അദ്ദേഹം ഇതൊക്കെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുന്ന മനുഷ്യനാണ്, താങ്കളുടെ സുഹൃത്ത്. ലാലേ എനിക്കൊരല്പസമയം തരണം ദയവ് ചെയ്ത്. ഞാൻ ഈ പറയുന്നത് പ്രബുദ്ധ കേരളം ഒന്ന് കേൾക്കട്ടെ. ഈ കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ട ഈഴവ പെണ്ണുങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ശ്രീമാൻ വെള്ളാപ്പള്ളി നടപ്പിലാക്കിയ മൈക്രോ ഫണ്ടിങ്ങിലൂടെ
ഒരു 12 വർഷം മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളിലൂടെ വട്ടിപ്പലിശക്കാർ തമിഴന്മാർ വന്ന് പലിശയ്ക്ക് കൊടുത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ പലിശക്കാരില്ല, എല്ലാവരും പോയി. ഞങ്ങളുടെയൊക്കെ വനിതകൾക്ക് ഇന്ന് അവർ സഫിഷ്യൻ്റായി. ഇന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്തൊരു ബാങ്കും പ്രാർത്ഥനയും നടക്കുകയാണ്, പ്രസംഗങ്ങളും മീറ്റിങ്ങും. ഞങ്ങളുടെ വനിതകൾക്ക് ഇതറിയാം. എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജി വെട്ടൂരാനോട് എനിക്ക് ലജ്ജ തോന്നിപ്പോൾ അതായത് എൻ്റെ സുഹൃത്താന്ന് പറഞ്ഞത് ഞാൻ പിൻവലിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് 50% എടുത്തു, 50% ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പിൻവലിക്കരുത് ശ്രീ സന്തോഷ് കുമാർ. ഈ മാന്യൻ എന്ന് പറഞ്ഞു എങ്ങനെയാണ് സംസാരിക്കില്ല, പിൻവലിക്കല വിഷയത്തിലോട്ട് കടന്നു വരിക. ഞാൻ ചോദിക്കട്ടെ, സന്തോഷിന് മൈക്രോ ഫണ്ടിങ് ഈ സജഷൻ മൈക്രോ ഫണ്ടിങ് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങളിങ്ങനെ തുറന്ന് ആക്ഷേപിച്ചു കഴിഞ്ഞാല് ആണുങ്ങളെ പോലെ പറയൂ. അല്ല, ചുമ്മാ ഈ വട്ട രാഷ്ട്രീയ സംസാരമൊന്നും വേണ്ട, ക്ലിയർ ആയിട്ട് സംസാരിക്കും. നിങ്ങൾ ഈ വൃത്തിയോട് പറയാതെ അല്ല, ഞാനെന്താ വൃത്തിയോട് പറഞ്ഞ് നിങ്ങളല്ലേ നേരത്തെ വല്ലാത്ത വേഷത്തിൽ സംസാരിച്ച് നിസ്സാര കാര്യമല്ല അദ്ദേഹം പറഞ്ഞത്, നിസ്സാര കാര്യമല്ല, വളരെ മോശമായാണ് പറഞ്ഞത്. എന്നെ പറയാൻ അനുവദിക്കൂ. കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി റോള് ഞങ്ങളുടെയൊക്കെ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കൗൺസിലർ ആയിരുന്നപ്പോൾ ഞാൻ മീനച്ചി യൂണിന്റെ ഭാരവാഹിയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ ശ്രീ സന്തോഷ് കുമാർ, ചിലപ്പോൾ താങ്കൾ ഒരുപാട് ജൂനിയർ ആയി വന്നതുകൊണ്ടായിരിക്കാം, ശ്രീ ഷാജി വെട്ടൂരാന്റെ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ടായിരിക്കാം താങ്കൾക്ക് പല കാര്യങ്ങളും അറിയാതെ പോയത്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ ആണ് അന്ന് ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. ഇത് താങ്കൾക്ക് അറിവുണ്ടോ അതോ താങ്കൾക്ക് അന്വേഷിക്കണം? ശുദ്ധ നുണ പറയുന്നു അദ്ദേഹം. ശുദ്ധ നുണയാണ് അദ്ദേഹം പറഞ്ഞത്. മൈക്രോ ഫിനാൻസ് മൈക്രോ ഫൈനാൻസ് എന്താണെന്നും വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. BSS ബാലേന്ദ്രൻ എനിക്കറിയാം ചങ്ങാതി, നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം ചങ്ങാതി. നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്കൊന്നും അറിയാത്തവനാണ്. ലാല ഈ ചർച്ച നീട്ടിക്കൊണ്ട് പോകരുത്. ശ്രീ സന്തോഷ് കുമാർ, ശ്രീ സന്തോഷ് കുമാർ, ഞാൻ അങ്ങയോട് ഒരു മിനിറ്റ്, ഡോക്ടർ ബിജു രമേശ് ഒരു മിനിറ്റ്, ഡോക്ടർ ശ്രീ ഷാജി വെട്ടൂരാൻ, ശ്രീ സന്തോഷ് കുമാർ, താങ്കൾക്ക് ഞാൻ ആവശ്യത്തിന് സമയം തരുന്നു. താങ്കൾ ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയണം. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ താങ്കൾക്കല്ല ചീത്തപ്പേര്, ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്കുമാണ്. അത് ഒഴിവാക്കാനുള്ള ഒരു വേദി ഞാൻ താങ്കൾക്ക് തരികയാണ്. അതിനനുസരിച്ച് കൃത്യമായി താങ്കൾ പറയൂ. താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ അത് അന്വേഷിക്കാമെന്ന് പറയൂ. അതല്ല താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ താങ്കൾ കൃത്യമായി പറയൂ. ഞാൻ അങ്ങയിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ വാണിജ്യപരമായി ഇപ്പോൾ ഒരു ബ്രേക്കിലേക്ക് എനിക്ക് പോകണം. ഞാൻ തിരിച്ച് അങ്ങയിലേക്ക് വരാം. ശ്രീ KM സന്തോഷ് കുമാർ, താങ്കൾ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ശ്രീ VV രാജേഷ് ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങളെ ഏത് രീതിയിലാണ് തുടർന്ന് മുന്നോട്ട് സ്പർശിക്കേണ്ടത് എന്നുള്ളതൊക്കെ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ചർച്ചയിൽ പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പുനർവിചിന്തനം ചെയ്യും. നിങ്ങൾ പറയുന്നതിലെ ശരീരഭാഷയും പ്രേക്ഷകർ ഇതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലെ കൃത്യതയും ഒക്കെ മനസ്സിലാക്കി അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചർച്ചകളിൽ പറയുന്ന ആ രാഷ്ട്രീയ ബന്ധം കൂടി നിങ്ങൾക്ക് നാളെ ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ ശ്രീ ഷാജി വെട്ടൂരാൻ പറഞ്ഞ ആ സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായി താങ്കൾക്ക് എന്താണ് പറയാൻ സാധിക്കുക? ലാലേ, ഓരോ യൂണിൻ്റെയും കീഴിൽ ഓരോ ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ച് 12 മുതൽ 20 വരെയുള്ള അംഗങ്ങളാണ് മൈക്രോ സംഘങ്ങൾ യൂണിൽ രജിസ്റ്റർ ചെയ്യുന്നത്. 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മിനിറ്റ്സ് ബുക്ക്, അക്കൗണ്ട് ബുക്ക് എല്ലാം കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന അംഗങ്ങളെ മൈക്രോ ഫിനാൻസിന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വന്ന് അതിനെ ഗ്രേഡ് ചെയ്യും. ആ സംഘങ്ങളെ ഗ്രേഡ് ചെയ്തതിനു ശേഷം ബാങ്കിൽ നിന്നാണോ ലോൺ എടുക്കുന്നത് ആ ബാങ്കിന്റെ ആളുകളും വന്നത് ഗ്രേഡ് ചെയ്യും. ഗ്രേഡ് ചെയ്തതിന് ശേഷം അതാത് യൂണിയനുകളുടെ സെക്രട്ടറി SNDP ജനറൽ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുക്കും. ഈ യൂണിയനിൽപ്പെട്ട ഇത്ര സംഘങ്ങൾക്ക് മൈക്രോ ഫിനാൻസ് വായ്പ എടുക്കുന്ന ഇന്ന ബാങ്കിൽ നിന്ന് അനുവാദം നൽകണം. അത് പരിശോധിച്ചതിന് ശേഷം SNDP ജനറൽ സെക്രട്ടറി എഴുതും, കോട്ടയം SNDP യൂണിയന് കീഴിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന 100 സംഘങ്ങൾക്ക് ഇത്ര കോടി രൂപ ഈ ധനലക്ഷ്മി ബാങ്കിന്റെ കോട്ടയം ബ്രാഞ്ചിൽ നിന്നും ഇത്ര ശതമാനം പലിശയ്ക്ക് വായ്പയായി എടുക്കുന്നതിനും ഇത്ര തവണയായി തിരിച്ചടയ്ക്കുന്നതിനും യൂണിയൻ സെക്രട്ടറി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പല ചർച്ചയിലൂടെയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നേരത്തെ എല്ലാവരും പറഞ്ഞത് ഞാനും അംഗീകരിക്കുന്നു. ശ്രീ സന്തോഷ് കുമാർ, 2-3 ചോദ്യങ്ങൾ കൃത്യമായി അങ്ങ് പറയുകയാണെങ്കിൽ, ഒന്ന്, ഒരു AGയുടെ റിപ്പോർട്ട് ഉണ്ടോ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്? പിന്നോക്ക
അങ്ങനെ റിപ്പോർട്ടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ലാലെ എനിക്കറിയില്ല. ഇതൊക്കെ ഇവരുണ്ടാക്കി പറയുന്നതല്ലേ? പിന്നോക്ക വികസന വകുപ്പിൽ നിന്ന് 4,91,00,000 രൂപയാണ്. ശ്രീ കെ എം സന്തോഷ് കുമാർ, ഞാൻ താങ്കളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആ കാര്യത്തിൽ താങ്കൾക്ക് താങ്കളുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വൈസ് പ്രസിഡന്റിനെയും ഇപ്പോൾ ന്യായീകരിക്കാനുള്ള തെളിവ് താങ്കളുടെ കയ്യിലില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് അറിയാം. താങ്കളെക്കാൾ സീനിയറാണ് അവർ. ഈ കാര്യങ്ങൾ അറിയാവുന്നുള്ളത് അവർ പറഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് വ്യക്തതയില്ല. അവരെ കുറ്റം പറയരുത്. ഇത് എൻ്റെ കയ്യിൽ, ഞാൻ പറയട്ടെ, ഇപ്പോൾ എനിക്ക് വ്യക്തതയുണ്ട്. എനിക്ക് വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 4,91,00,000 രൂപ പിന്നോക്ക വികസന ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയിട്ട് അതിൽ 4,88,52,000 രൂപ 39 യൂണിയനുകളിലേക്കായി ഓരോ ഡേറ്റും ചെക്കും സഹിതം ഓരോ യൂണിയനിലേക്ക് കൊടുത്തതിന് വ്യക്തമായ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 2% പലിശയ്ക്ക് എവിടുന്ന് പൈസ കിട്ടും? അങ്ങനെ ഉണ്ടെങ്കിൽ 2,000 കോടി രൂപ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു തന്നാൽ ഞങ്ങളത് ഞങ്ങളുടെ സ്ത്രീകൾ കൊടുക്കാൻ തയ്യാറായിരുന്നു. ശ്രീമാൻ, ഇതൊക്കെ വളരെ മോശമാണ്. ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ ഇന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളി നടപ്പിലാക്കിയ ഫിനാൻസിലൂടെ 4,000 കോടി രൂപ കേരളത്തിലേക്ക് ശ്രീമാൻ വെള്ളാപ്പള്ളി ഒരു കത്തിലൂടെ കേരളത്തിലെ ഈഴവ സ്ത്രീകൾ മേടിച്ചാൽ കൊടുക്കുമെന്ന് ഞാൻ ചോദിക്കട്ടെ ശ്രീ കെ എം സന്തോഷ് കുമാർ, മൈക്രോ ഫിനാൻസിലൂടെ 1000 പേരെ സഹായിക്കുമ്പോ അത് കൃത്യമായ 1000 പേരുടെ കാര്യത്തിൽ ആ 1000 സ്ത്രീകൾക്ക് സഹായം കിട്ടുമ്പോൾ ഏതെങ്കിലും ഫേക്ക് ഐഡിയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഈ തുകയിൽ മാറ്റങ്ങൾ വരുത്തി സ്വന്തം അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ടോ? AGയുടെ റിപ്പോർട്ട് താങ്കൾ കാണാത്തതിനകത്ത് അതാണ് പറയുന്നത് എന്നാണ് ഷാജി വെട്ടൂരാനും ഡോക്ടർ ബിജു രമേശും ഒക്കെ പറയുന്നത്. കണിച്ചുകുളങ്ങരയിൽ ഒരു അക്കൗണ്ട് ഇല്ല SNDPക്ക്. കണിച്ചുകുളങ്ങരയിൽ അക്കൗണ്ട് ഉണ്ടോ എന്നല്ല ചോദ്യം. ഇങ്ങനെ ഒരു AGയുടെ റിപ്പോർട്ട് ഉണ്ടോ? പിന്നെ AG റിപ്പോർട്ട് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. AGയുടെ റിപ്പോർട്ട് സന്തോഷ് കണ്ടിട്ടില്ലല്ലോ. പിന്നെ വനിതകൾ പൈസ കൊടുക്കോ ഇല്ലയെന്നൊക്കെ നിങ്ങളെ കാട്ടി വ്യക്തമായിട്ട് എനിക്കറിയാം. നമ്മുടെ ഈഴവ പെണ്ണുങ്ങൾ കറക്റ്റായിട്ട് പൈസ അടയ്ക്കും. പക്ഷെ അവരെ ചട്ടി കൈയിടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അത് AGയുടെ റിപ്പോർട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വെട്ടൂരാൻ പറയുന്ന ഡീറ്റെയിൽസ് ഒന്നും അല്ല സന്തോഷേ. നിങ്ങൾ എന്താ പറയുന്നത്? ചുമ്മാ കാട് കയറി ഇങ്ങനെ സംസാരിക്കാതെ. നിങ്ങളെ ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ ശപിക്കും. നിങ്ങളെ ആരും ശപിക്കില്ല. ദൈവം മേളി ഉണ്ടെങ്കിൽ ശപിക്കില്ല. നിങ്ങൾ അങ്ങനെ വനിതകളെ കെ എം സന്തോഷ് കുമാർ, ഇവിടെ നമ്മൾ ശാപത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തെളിവല്ലേ വേണ്ടത്? താങ്കൾക്ക് അറിയാത്ത AG റിപ്പോർട്ടിനകത്ത് ഇതുണ്ടെന്ന് പറയുന്നു. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. താങ്കൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഞാൻ അതിൻ്റെ വ്യക്തത ഇപ്പോൾ വരുത്തുന്നില്ല. അങ്ങേക്ക് വേണമെങ്കിൽ ഞാൻ ആ വ്യക്തത വരുത്തി തരാം. പക്ഷേ ഏതെങ്കിലും കോടതികളിൽ ഈ മൈക്രോ ഫിനാൻസിലെ എത്രയെങ്കിലും ലക്ഷം രൂപ മാറ്റിയതിൻ്റെ പേരിൽ കേസുകൾ നടക്കുന്നുള്ളതായി താങ്കൾക്കറിയാമോ? അടൂർ SNDP യൂണിയന്റെ ഭാരവാഹികൾ ഇങ്ങനെ അനുവദിച്ച് കിട്ടിയ ഫണ്ടിൽ ആ യൂണിയൻ ഭാരവാഹികൾ ചില മാറ്റങ്ങൾ നടത്തിയതായിട്ട് എന്റെ അറിവിലുണ്ട്. അത് അടൂരിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും സംഭവിച്ചതായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ? അറിവുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഡീറ്റെയിൽസ് ഇപ്പൊ പറയില്ല. താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. ലാലേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് മറ്ററിവുകളില്ല. മറ്ററിവുകൾ എനിക്ക് അറിവില്ലാത്തതാണ്. ഷാജി വെട്ടൂരാൻ അങ്ങനെയൊക്കെ വരാം. ഷാജി വെട്ടൂരാൻ എന്താ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ സന്തോഷിന് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവിടെ AGയുടെ റിപ്പോർട്ട് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിയൻ തലത്തിൽ പല വിധത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പലയിടത്തും ഉള്ളത് നമുക്കും വ്യക്തമായിട്ട് അറിയാം. പക്ഷേ മേളി ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വേറെ രീതിയിൽ പെരുമാറുമ്പോൾ നാച്ചുറലി യൂണിയൻകാരും ശാഖക്കാരും പെരുമാറുക ആ ലെവലിൽ വെള്ളാപ്പള്ളിക്ക് ചോദിക്കാൻ പറ്റൂല. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇത് വലിയ മഹാപ്രസ്ഥാനമാണ്. ഇതിന്റെ മേളിൽ ഇരുന്ന് നിങ്ങൾ മാതൃക കാണിക്കേണ്ട ആൾക്കാരാണ്. ഈ കേരള ജനതയുടെ അടുത്ത് മാതൃക കാണിക്കേണ്ട ആൾക്കാരാണ്. അവിടെയാണ് ഇവിടെ നിങ്ങളെ വലിച്ച് അഴിച്ച് ശരിക്കും പറഞ്ഞാൽ കൊള്ളക്കാരന്റെ ലെവലിൽ നമ്മൾ കാണേണ്ടി വരുന്നത്. അത് നമുക്കും വിഷമമുള്ള കാര്യമാണ്. ശ്രീ കെ എം സന്തോഷ് കുമാറിന്റെ ശബ്ദവും കൂടി നമുക്ക് വേണം. അത് നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ശ്രീ കെ എം സന്തോഷ് കുമാർ പറയുന്നത് കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അത് വേണം. അതും തുല്യമായി തന്നെ അവതരിപ്പിക്കപ്പെടണം. ഞാൻ ശ്രീ കെ എം സന്തോഷ് കുമാർ, ഇപ്പോൾ ഇവിടെ ഷാജി വെട്ടൂരാൻ പറഞ്ഞതും ഡോക്ടർ ബിജു രമേശ് പറഞ്ഞതുമായിട്ടുള്ള പല കാര്യങ്ങളിലും അങ്ങേക്ക് കൃത്യമായ അറിവുകൾ ഇല്ല, അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്.
അതൊന്ന് അന്വേഷിക്കേണ്ടതാണ്. ഒരു കൃത്യമായി കാര്യങ്ങൾ ഒരു ജനങ്ങളുടെ കാര്യമില്ല. മുമ്പിൽ എനിക്ക് പറയാനായി എല്ലാ കാര്യത്തെക്കുറിച്ചും അവസരങ്ങൾ ആരോടും ഉപയോഗിക്കേണ്ടതാണ് ഇനി. എന്താണ് അല്ല, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കേൾക്കാൻ പറ്റില്ല. ഈ വ്യക്തത ഇല്ലാത്ത ആ കാര്യങ്ങളിൽ താങ്കൾ ഇനി പഠിച്ച കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ ഇനിയും ജനറൽ സെക്രട്ടറിയോ താങ്കളോ ഒക്കെ ഇനിയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറയേണ്ടതാണ്. ഒരു കാര്യവുമില്ല. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ ഒരു കാര്യം എത്ര ശതമാനം കളക്ട് ചെയ്തിട്ടുള്ള, എത്ര ശതമാനം പാവപ്പെട്ട സ്ത്രീകളെ ഇത് കളക്ട് ചെയ്തിട്ടുള്ള? ഒരു സംശയവുമില്ല. മൈക്രോ ഫിനാൻസിന്റെ പ്രവർത്തനം സുതാര്യവും ഇന്ത്യൻ റിസർവ് ബാങ്ക് സന്തോഷ് കുമാറിന് ആ കാര്യത്തിൽ വ്യക്തതയില്ല. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനോടും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയോടും തന്നെ പറയുന്നു, ഈ ചർച്ചയിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇടപെടുന്നതിന് കാരണം ഞാൻ സംസാരിക്കാൻ സമ്മതിക്കാത്തതാണെന്ന് നിങ്ങൾ കരുതരുത്. ഈ കാര്യത്തിൽ ശ്രീ സന്തോഷ് കുമാറിന് ആ രേഖകൾ പലതും ഇല്ല. അന്നത്തെ കാലത്ത് ആ AG റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിനെ കുറിച്ച് താങ്കൾ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ട് അത് മനസ്സിലാക്കി താങ്കൾ വീണ്ടും നമ്മുടെ ചർച്ചയിൽ തന്നെ വന്ന് അത് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് താങ്കളുടെ നേതാക്കൾ താങ്കളെ അനുവദിക്കുകയും ചെയ്യും. ശ്രീ VV രാജേഷ്, ഇങ്ങനെയുള്ള വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ് ചർച്ചയിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള SNDP യോഗത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടത്തിന്, നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം നേട്ടമാണല്ലോ, നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെയുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കച്ചിത്തുരുമ്പിലൂടെ നേട്ടം ഉണ്ടാക്കിയാൽ മതി. ഈ തമാശയായിട്ട് എടുക്കരുത് ശ്രീ VV രാജേഷ്. വളരെ ഗൗരവമായി ചർച്ച മുന്നോട്ട് പോകുന്നു. എല്ലാവരും ഗൗരവമായിട്ടാണ് ഇരിക്കുന്നത്. ചാനലിനൊരു പ്രത്യേക അജണ്ടയില്ല. ഇപ്പം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവസരങ്ങളുണ്ട്, ആർക്ക് വേണമെങ്കിലും ഇടപെടാവുന്നതാണ് ഈ ചർച്ചയിൽ. താങ്കൾ കൃത്യമായി പറയണം, ഈ കാര്യത്തിൽ വ്യക്തത വരുത്തി തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് ആളുകൾ ആരായാലും കടന്നു വരേണ്ടത്. ലാൽ, ചാനലിന് വ്യക്തമായ അജണ്ടയുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ചാനലിൻ്റെ അജണ്ട. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് CPIM പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് CPIM എല്ലാ ദിവസവും ഈ വിഷയം ഞാൻ അങ്ങ് താങ്കളോട് തർക്കിക്കാം. ശ്രീ KM സന്തോഷ് കുമാറിനോട് തർക്കിച്ചോണ്ട് മാറ്റാം. CPM അടൂരിലെ മൈക്രോ ഫിനാൻസിലെ പ്രശ്നം AG റിപ്പോർട്ട് CPM-ന്റേതാണോ? നിങ്ങളിപ്പോ ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത് SNDP-യോടല്ലേ, CPM-നോടല്ലല്ലോ. ഈ ബന്ധമുണ്ടാക്കാൻ പോകുന്ന ആളുകളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവർക്കാണല്ലോ ഈ പ്രശ്നം. താങ്കൾ അത് പറയാതെ CPM-ന്റെ കാര്യം പറയേണ്ട. CPM-ആയിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞോ? യെസ്, കഴിഞ്ഞു. കഴിഞ്ഞ പിന്നെ ഇനി ഒരു മിനിറ്റ് എന്നൊന്ന് പറയാൻ അനുവദിക്കണം. അല്ല, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് വിഷയം. പീപ്പിൾ ചാനൽ, ഇതെൻ്റെ അഭിപ്രായമാണ്, താങ്കൾക്ക് വേണമെങ്കിൽ നിരസിക്കാം. പീപ്പിൾ ചാനലിന് അതിൻ്റെ അജണ്ടയുണ്ട്. ഇവിടെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ആ മുന്നേറ്റത്തിന് SNDP-യുമായി നടത്തിയ ചർച്ചകൾ അനുഗുണമാകുന്നുണ്ട്. അതുകൊണ്ട് SNDP യോഗത്തിൻ്റെ അനുയായികളുടെ മനസ്സിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും ഇതുപോലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത്. ഇല്ല, അങ്ങേക്ക് തെളിവിന് വേണ്ടിയിട്ടാണല്ലോ SNDP-യുടെ വക്താവ് ശ്രീ വെള്ളാപ്പള്ളിയുടെ അടുത്തുള്ള വ്യക്തി ശ്രീ KM സന്തോഷ് കുമാർ ഇവിടെയുള്ള സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ അവ്യക്തമായി താങ്കളൊരു വക്കീലാണല്ലോ, താങ്കൾ അവ്യക്തമായിട്ട് വന്ന ഈ കാര്യങ്ങളിൽ ഉത്തരം പറയാതെ അത് CPM-ന്റെയും മറ്റുള്ളവരുടെ അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ലാൽ എന്നോട് ഒരു 3 മിനിറ്റ് നീളുന്ന ചോദ്യം ചോദിച്ചിട്ട് എനിക്കൊരു 20 സെക്കൻഡ് ഉത്തരം തന്നിട്ട് ചർച്ചയിൽ ലാൽ വിജയിച്ചാൽ ലാൽ തന്നെ പ്രഖ്യാപിക്കുന്നു. ചർച്ചയിലെ വിജയമാണോ ശ്രീ VV രാജേഷ് വേണ്ടത്? ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ സന്തോഷ് കുമാറിനെ അവിടെ ഇരുത്തി വ്യക്തമായ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്ന ബഹുമാനപ്പെട്ട ഷാജി വെട്ടൂരാനെയും ഡോക്ടർ ബിജു രമേശിനെ ഇപ്പുറത്തിരുത്തി. സത്യമാണെങ്കിൽ അപ്പുറത്ത് 100 പേരുണ്ടെങ്കിലും ഇപ്പുറത്ത് ഒരാൾ മതി ശ്രീ VV രാജേഷ്. ലാൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയതിനു ശേഷം ലാൽ അങ്ങ് വിധി എഴുതി എങ്ങനെയാണ് ശരിയാവുന്നത്? ഇവരുടെയൊക്കെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോൾ ശാശ്വതാനന്ദ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ ബിജു രമേശ് പോയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മൈക്രോ ഫിനാൻസിൻ്റെ വിഷയത്തിൽ അവർക്ക് പോകാമല്ലോ. ആ ക്രമക്കേടുകളുണ്ടെങ്കിൽ നമ്മൾ ആരാ ജഡ്ജിമാരാണോ? പീപ്പിൾ ചാനൽ ആരാ ഇതൊക്കെ നിശ്ചയിച്ച് വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി? പീപ്പിൾ ചാനലിന് ആരാ അധികാരം തന്നിരിക്കുന്നത്? നമുക്ക് വിധിയൊന്നും ആരും പറഞ്ഞില്ല. പിന്നെ നിങ്ങളോട് അല്ല, കുറെ കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾ തന്നെ വിധിയും പ്രഖ്യാപിച്ചിട്ട് ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുമായിട്ടാണ് ഞാൻ പറഞ്ഞില്ല. ഇത്രത്തോളം മോശപ്പെട്ട ആളെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ SNDP കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ശ്രീ അവരുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ KM സന്തോഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നു. ആ കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? BJPക്ക് വ്യക്തതയുണ്ടോ ഈ കാര്യത്തിൽ? സന്തോഷ് കുമാർ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ലാലിന് ആരാധിയാണ് തന്നത്. ഞാൻ ചോദിക്കട്ടെ ശ്രീ VV രാജേഷ്, ഈ പറഞ്ഞ കാര്യത്തിൽ ഈ AG ഓഡിറ്റിംഗ് റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? അല്ല, ഈ AG ഓഡിറ്റിംഗ്, ഈ മൈക്രോ ഫിനാൻസിൽ അടൂരിൽ സംഭവിച്ച ഈ പ്രശ്നത്തെ കുറിച്ച്, കോടതിയിലുള്ള കാര്യത്തെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? എന്റെ ലാലെ, ഞാൻ മൈക്രോ ഫിനാൻസിന്റെ ഡീറ്റെയിലോട്ടൊന്നും പോയിട്ടില്ല. എനിക്ക് പറയാനുള്ള പോയിട്ടില്ല. ഞാൻ പറയട്ടെ, SNDP യോഗവുമായി ഞങ്ങൾ
ചില പൊതുവിഷയങ്ങൾ ചർച്ച നടത്തുന്നു എന്ന് വെച്ചിട്ട് SNDP യോഗം സ്ഥാപിച്ചത് മുതൽ ഇതുവരെയുള്ള അവരുടെ ഡൊമസ്റ്റിക് എൻക്വയറി നടത്തേണ്ട ആവശ്യമൊന്നും BJP ക്കില്ല. BJP അധികാരമില്ല. ഞാൻ പറഞ്ഞോട്ടില്ല. ഇത്രത്തോളം നിങ്ങളുടെ കയ്യിലൊക്കെ തെളിവുണ്ടെങ്കിൽ AGയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിയുടെ അന്വേഷണ സമയത്ത് കൊടുക്കാം. മറ്റൊന്ന്, ഈ 4-5 ചാനൽ അവതാരകന്മാർ രാത്രി 9 മണിക്ക് കോട്ട് വിട്ട് വന്നിട്ട് കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും ജഡ്ജ്മെന്റ് പറയാൻ വേണ്ടി നിങ്ങൾക്കാരാ അധികാരം തന്നിരിക്കുന്നത്? വിഷയങ്ങൾ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്നും എങ്ങനെ വേണമെങ്കിലും ചെലവാക്കിക്കോട്ടെ, അത് ചില ആളുകളാണെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ അത് അന്വേഷിക്കുകയേ വേണ്ട എന്നും പറയാനും അധികാരം തന്നു. ലാല് എവിടെ കൊണ്ടാ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞാൻ അന്വേഷിക്കേണ്ടതല്ലോ, അന്വേഷിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. താങ്കളെ കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്? ഞാൻ അന്വേഷിക്കണമെന്നല്ലേ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ കാതുകൊണ്ട് കേട്ടതല്ലേ ശ്രീ KM സന്തോഷ് കുമാർ? അങ്ങനെയാണെങ്കിൽ KM സന്തോഷ് കുമാർ പറഞ്ഞത് താങ്കൾ കേട്ടോ? വേറൊന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു 1.5 മാസത്തിനിപ്പുറമല്ലേ ഇദ്ദേഹത്തിന് മോശമായുള്ളൂ. അതിനു മുമ്പ് ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരും UDF-ന്റെ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നല്ലോ അന്തി ഉറങ്ങിയിരുന്നത്. അന്ന് എന്തേ മൈക്രോ ഫിനാൻസ് ഇല്ലായിരുന്നോ? ഞാൻ CPM നേതാക്കളോട് ചോദിക്കാം, ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാകില്ല. CPM നേതാക്കൾ ഈ ചർച്ചയിലേക്ക് വരുന്ന ദിവസം ഞാൻ ചോദിക്കും, നിങ്ങളോടൊപ്പം ഇങ്ങനെ അന്തി ഉറങ്ങിയതല്ലേ ഈ വെള്ളാപ്പള്ളി എന്ന് എന്നോടുള്ള TV രാജേഷ് പറഞ്ഞ ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഞാൻ ചോദിക്കും, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ SNDP യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ടെലിഫോൺ ലൈനിൽ ചേർന്നിരിക്കുന്നു. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഈ ചർച്ച ഞാൻ ഒരുപാട് ചീത്തപ്പേര് കേട്ടതുകൊണ്ട് തന്നെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. പക്ഷേ കേൾക്കുന്ന ചില കാര്യങ്ങൾ അങ്ങും ഈ ചർച്ച വീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. എവിടെയൊക്കെയോ ചില പാകപ്പിഴകളുണ്ട്. എവിടെയാണ് താങ്കൾക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതിനകത്ത് പ്രത്യേകിച്ച് പാകപ്പിഴകളൊന്നുമില്ല. ഇതിന് വളരെ വ്യക്തമാണ്. അതായത് ശാശ്വതീകാനന്ദ സ്വാമിജിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം പറയാം. സ്വാമിജിയെ സംബന്ധിച്ചുള്ള കാര്യം, ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു ആരോപണം ഉണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം വേണം എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങളുടേത്. കഴിഞ്ഞ ദിവസം SNDP യോഗത്തിന്റെ കൗൺസിൽ കൂടി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഞാൻ തന്നെ ഹൈക്കോടതിയിൽ ഇതിനുവേണ്ടി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കുകയും അതിനോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് അടുത്ത ആഴ്ച തന്നെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് ശാശ്വതീകാനന്ദ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏത് തരത്തിലുള്ള അന്വേഷണവും ഞങ്ങൾ നേരിടാനും തയ്യാറാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അവന് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇത് വിവാദമാക്കി ഒരു സ്വാമിജിയുടെ സമാധിക്ക് ശേഷവും ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി കുറച്ച് സൈലന്റ് ആയിട്ടിരുന്നു എന്ന് മാത്രം. തീർച്ചയായും അതിനുള്ള നടപടികൾ മുഴുവൻ അടുത്ത ആഴ്ച ഞങ്ങൾ എടുത്തിരിക്കും. രണ്ടാമത് മൈക്രോ ഫിനാൻസിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ ഒന്നിടപെട്ടോട്ടെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾക്ക് തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കാം. ഈ കാര്യത്തിൽ താങ്കൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു അന്വേഷണത്തിൽ കൃത്യത വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 13 വർഷവും മിണ്ടാതിരുന്നത്, ആ കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നത്? ശ്രീനാരായണ ധർമ്മവേദി ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ ചെയ്തപ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നിട്ടിറങ്ങിയില്ല? കാര്യം, എനിക്ക് ഈ ധർമ്മവേദി നിൽക്കുന്ന ഈ പറയുന്ന ആളുകൾക്കാർക്കും സ്വാമിജിയുമായി നേരിട്ട് അടുപ്പമോ ഈ സംഭവം നേരിട്ട് അന്ന് ആ സമയത്ത് ഉള്ളവരല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് നേരിട്ട് അവിടെ സ്വാമിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് SNDP യോഗത്തിന് അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടുത്തെ ധർമ്മസംഘം അവിടുത്തെ ട്രസ്റ്റിന്റെ മീറ്റിങ്ങിന് വേണ്ടി അവിടെ എത്തുകയും അദ്ദേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സ്വാമിജിക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ജനസംക്രാന്തി ആയിരുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പോഴും. പിന്നെ ഇങ്ങനൊരു ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കപ്പെടണം. അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. താങ്കൾക്കും ഒരു വിശ്വാസം മാത്രമല്ലേ ഉള്ളൂ ആ കാര്യത്തിൽ? ഒരു സംശയം അതിനകത്തൊരു നിവാരണം വരുന്നതിൽ താങ്കൾക്കും ഒരു സന്തോഷമല്ലേ ഉള്ളൂ? തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുള്ളൂ. ഇവരാരും പറയുന്നതല്ല ഞാനും സ്വാമിജി തമ്മിൽ അടുപ്പം. ഞാൻ അത്ര വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ദുരൂഹത ഉണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണത്തിന് പോട്ടെ. അത് തീർച്ചയായും അതിനുവേണ്ടി ഏത് തരത്തിൽ വരെ ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്തിരിക്കും. അതുകൂടാതെ രണ്ടാമത് വന്ന വിഷയം മൈക്രോ ഫിനാൻസ് ആണ്. മൈക്രോ ഫിനാൻസിനെ കുറിച്ച് ഷാജി വെട്ടുരാന് വളരെ കുറച്ച് കാര്യം അറിയാവുള്ളൂ. ഷാജി വെട്ടുരാൻ പുറത്തേക്ക് പോകാനുള്ള കാരണം ഇതൊന്നുമല്ല. അത് കാര്യം അന്ന് ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് നോമിനേറ്റ് ചെയ്ത ആളായിരുന്നു ഈ പറയുന്ന തിരുവനന്തപുരം യൂണിയനിൽ നിന്ന്. അന്ന് ഇദ്ദേഹത്തിന് അത് നോമിനേറ്റ് ചെയ്ത ആളിന് അത് കഴിഞ്ഞപ്പോൾ ചന്ദ്രബാബു എന്ന് പറയുന്ന യൂണിയൻ പ്രസിഡന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനെ അവിടുന്ന് ബോർഡിലെടുക്കാതെ വരികയും ആ ബോർഡിൽ നിന്ന് പുള്ളിയെ കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്താണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. പിന്നെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് ആകെ ഒരേ ഒരു മൈക്രോ ഫിനാൻസിന്റെ ഫണ്ടേ ഉള്ളൂ. അത് പിന്നോക്ക വകുപ്പിന്റെയാണ്. ആ പണം വരുന്നത് 4% പലിശയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ 4% കിട്ടിയിട്ടുള്ളത് 91 ലക്ഷം, 4,91,00,000 രൂപ കിട്ടി ഈ പ്രാവശ്യം. ആ കിട്ടിയ പണം മുഴുവൻ 39 യൂണിയനിലേക്ക് ചെക്കായി എഴുതി കൊടുത്ത് ആ ചെക്കിന്റെ കോപ്പിയും അതുപോലെ തന്നെ ചെക്ക് നമ്പർ ഉൾപ്പെടെ കൊടുത്ത യൂണിയന്റെ എണ്ണം എല്ലാം ഉൾപ്പെടെ ഡീറ്റെയിൽസ് ഞാൻ മാധ്യമങ്ങൾ കൊടുത്തതാണ്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അവിടെ ഒരു സംശയം പലരും ഉന്നയിക്കുന്നത് ഈ 2001 മുതൽ
ഈ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് SNDPക്ക്. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പോഴത്തെ 4.5 കോടിയല്ലേ പറയുന്നുള്ളൂ. അന്നുണ്ടായിരുന്ന കാര്യങ്ങൾ, അതിനകത്ത് ചില ക്രമക്കേടുകൾ ഉണ്ടായിരുന്ന അങ്ങ് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ, ഈ അടൂരിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ. ഇത് മറ്റു അല്ല, അത് രണ്ടും രണ്ടാണ്. ദയവായി സത്യാവസ്ഥ മനസ്സിലാക്കണം. കാര്യം നേരത്തെ കിട്ടിയിട്ടുള്ള ഈ പണം കൃത്യമായി ഓരോ യൂണിയനുകളിലേക്ക് വിതരണം ചെയ്യുകയും ആ യൂണിയനുകൾ തിരിച്ച് യോഗത്തിലടക്കുകയും യോഗത്തിന് തിരിച്ചത് മൈക്രോ ഫിനാൻസിന്റെ ഫണ്ട് തിരിച്ച് ഇവിടുത്തെ പിന്നോക്ക വകുപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. 2 തരം മൈക്രോ ഫിനാൻസ്. മറ്റൊരു തരം മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാങ്കുകളിൽ നിന്ന് വരുന്നതാണ് മെജോറിറ്റി മൈക്രോ ഫിനാൻസ് വരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ വനിതകളിലേക്ക് ചെല്ലുന്ന പണം എന്ന് പറയുന്നത്. ഈ പറയുന്ന പിന്നോക്ക വകുപ്പിന്റെ പണം കിട്ടുന്നത് വളരെ കുറച്ച് പണം മാത്രമേ അവിടെ നിന്ന് സെൻട്രലിൽ നിന്ന് വരൂ. ആ പണം എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇവിടുത്തെ പിന്നോക്ക വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ സമുദായങ്ങൾക്കും, പിന്നോക്ക സമുദായങ്ങൾക്ക്. ഇവിടുത്തെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നടക്കുന്നത് SNDP യോഗത്തിന്റെ ബാങ്കുകളിൽ നടക്കുന്ന പണമാണ്. അത് കിട്ടുന്ന ഞങ്ങൾക്ക് 11.5-12% കിട്ടുന്നുണ്ട്. അതേ പലിശയ്ക്കാണ് വനിതകൾക്ക് മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 18%-നും 15%-നും SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ്. ഒരു ചോദ്യം ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അതായത് ഇതിലെ ഇടപാടുമായി ബന്ധപ്പെട്ടൊരു AG റിപ്പോർട്ട് ഉള്ളത് ശ്രീ സന്തോഷിന് അറിയില്ലായിരുന്നു, അതെന്താണ്? ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇതിനെതിരെ മോശമായിട്ടൊന്നുമില്ല. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഒരു SNDP യോഗത്തിന്റെ അക്കൗണ്ടിലേക്കോ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടോ ഈ ഒരു ബന്ധവും മൈക്രോ ഫിനാൻസ് അതില്ല. കാരണം ആകെ യോഗത്തിനുള്ള ബന്ധം എന്ന് പറയുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി ബാങ്കുകൾ കൊടുക്കുന്ന ഒരു കത്ത് മാത്രമാണ്. ആ കത്ത് കൊടുത്തു കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് നേരെ പണം പോകുന്ന യൂണിയൻ വഴി നേരെ ശാഖകളിലേക്ക് മൈക്രോ യൂണിറ്റുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് ചില യൂണിയനിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ യൂണിയനുകളെ SNDP യോഗം തന്നെ പിരിച്ചുവിടുകയും അന്വേഷണം ചെയ്യുകയും നടപടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടൂരിലുണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് പോലുമല്ല. SNDP യോഗവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ യൂണിയന്റെ നേതാക്കന്മാരുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ച് അവിടുന്ന് പണം എടുത്ത് വിതരണം ചെയ്ത് കുറെ പ്രശ്നങ്ങളുണ്ടായി. അതിന് CBI എൻക്വയറി ഉൾപ്പെടെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അതിനെതിരെ SNDP യോഗം കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അടിമാലിയിൽ തന്നെ കഴിഞ്ഞ ഒരു 8 വർഷം മുമ്പ് ഇതുപോലെ ചെറിയ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ട് ഇതുപോലെ യോഗം കേസ് കൊടുത്ത് അദ്ദേഹത്തിന്റെ അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി അകത്തായി. പക്ഷെ അത് ഒരു കാരണവശാലും SNDP യോഗത്തിലെ യോഗ നേതൃത്വത്തിൽ ഇതിനൊരു ബന്ധമുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള സാമ്പത്തിക ക്രമക്കേട് എന്തുണ്ടായാലും നടപടിയെടുക്കാൻ വേണ്ടി മേളിൽ യോഗം ശക്തമായി നിൽക്കുകയാണ്. എന്തായാലും ഞാൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ദയവായി ഒന്ന് തുടരുക. ഞാൻ ഒരു 5 മിനിറ്റിനകത്ത് താങ്കളെ ഫ്രീ ആക്കാം. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ചില അവ്യക്തതകൾ ഉള്ളത് എല്ലാം താങ്കളെ ഞാൻ ഒന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള ആ മാന്യത തന്നെ താങ്കളോട് കാണിച്ചുകൊണ്ട്. പക്ഷേ ശ്രീ ഷാജി വെട്ടൂരാൻ ഇതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം എന്തോ പറയുന്നുണ്ട്, എന്താണ് ഈ കേട്ടതിനോട് പറയുക? ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എനിക്ക് കാര്യങ്ങൾ അറിയില്ലെന്നാണ്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഈ AG റിപ്പോർട്ടിനെ പറ്റി അറിയില്ല. ശരിക്കും AG റിപ്പോർട്ട് ഒരു ഫൈൻഡിങ് അവിടെ ഉള്ളതാണ്. ആ AG ഫൈൻഡിങ് ആണ് BS എടുത്ത് കാണിച്ചത്. അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുഷാർ പറയുന്നത് ബാങ്ക് വഴി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. പക്ഷെ ബെനിഫിഷ്യറിയിൽ നിന്ന് 12% കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഇഷ്യൂ ഇവിടെ. അതിനെപ്പറ്റി തുഷാർ പഠിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അത് AG റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല വെട്ടൂരാൻ പറയുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ വെട്ടൂരാൻ്റെ കയ്യിലും മറ്റേ വിവരാവകാശ നിയമം അനുസരിച്ച് വ്യക്തമായ കണക്കുകൾ ഏതൊക്കെ യൂണിയനിൽ കൊടുത്ത് ഏതൊക്കെ ബെനിഫിഷ്യറി ബാങ്ക് വഴി എത്ര പൈസ അടച്ചെന്നും എല്ലാം വ്യക്തമായിട്ട് കണക്കുണ്ട്. പക്ഷെ അതല്ലല്ലോ പ്രസക്തം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെയാണെങ്കിൽ ആ കണക്കുകൾ താങ്കൾക്ക് കൈമാറുകയാണെങ്കിൽ, ആ രേഖകൾ താങ്കൾക്ക് കൈമാറുകയാണെങ്കിൽ അവർക്കെല്ലാം 24 മണിക്കൂറിനകം നടപടി പ്രതീക്ഷിക്കാം എന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും ഏതെങ്കിലും യൂണിയനുകൾ ചെയ്താൽ അതൊരു കാരണവശാൽ SNDP നോക്കി നിൽക്കുന്ന ഒരു വിഷയമേ അല്ല. മാത്രമല്ല കാര്യം മനസ്സിലാക്കണം, ഷാജി വെട്ടുവാൻ കാര്യങ്ങൾ മനസ്സിലാകില്ല എന്ന് പറഞ്ഞ കാര്യം എനിക്ക് നല്ലോണം ഷാജി അറിയാവുന്നതല്ലേ. മാത്രമല്ല SNDP യോഗത്തിന്റെ ഈ പറയുന്ന കൗൺസിലും SNDP യോഗത്തിന്റെ ബൈലോ എന്തെന്ന് പോലും ഷാജി വെട്ടുവാൻ അത്ര പിടിയുള്ള ആളല്ല. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആരെക്കാളും ഷാജി വെട്ടുവാൻ ഏറ്റവും അടുത്തറിയാൻ സുഹൃത്തുക്കൂടായിരുന്നു ഞാൻ. പക്ഷെ ഇത് സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം, SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് നമുക്ക് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നത് 12%, 11.25% കിട്ടുന്നത്. അത് വേരിയബിൾ ആണ്. അത് എടുക്കുന്ന ഒരു ബാങ്കിൽ നിന്നല്ല കേരളത്തിലെ ഉള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് മാത്രമാണ് പണം എടുക്കുന്നത്. അത് യൂണിയനുകളുടെ തീരുമാനം അനുസരിച്ച് അവർ നെഗോഷിയേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് അത് കഴിയുമ്പോൾ ഇതിന്റെ ഗ്രേഡിംഗ് ഉൾപ്പെടെയുള്ള അതിന്റെ കംപ്ലീറ്റ് അതിന്റെ ലീഗലായിട്ടുള്ള സൈഡ് കഴിയുമ്പോൾ യോഗത്തിൽ നിന്ന് ഒരു കത്ത് മാത്രമാണ് എടുക്കുന്നത്. അക്കൗണ്ട് എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചെത്താം. എന്തായാലും പ്രേക്ഷകരുടെ അറിവിലേക്ക് ഈ SNDP യോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൃത്യമായ മറുപടികൾ പറയാൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തന്നെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതിഥികൾ നമ്മളോടൊപ്പം തുടരുന്നു. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, 2 കാര്യങ്ങൾ ആണ്. ഒന്ന്, ഈ AGയുടെ റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾ ഒരു കൃത്യമായ
ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ 4% പലിശയ്ക്കാണ് എടുത്തതെന്ന് താങ്കൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ പലിശയ്ക്കാണ് മറ്റുള്ളവരിലേക്ക് പോയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടല്ലോ. അത് താങ്കളും കേട്ടതാണല്ലോ. അതിനകത്ത് എന്താണ് മറുപടി? ഒരിക്കൽ പോലും അങ്ങനെ 1 രൂപ കൂടുതൽ പലിശ SNDP യോഗം എടുത്തിട്ടില്ല. AG റിപ്പോർട്ട് അതൊരു സാങ്കേതിക പ്രശ്നമാണോ? SNDP യോഗം അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണോ? അല്ലല്ല, എനിക്ക് വളരെ വ്യക്തമായി ദയവായി ഞാൻ സംസാരിക്കാൻ ശ്രമിക്കണം. ഈ AG റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി. കാരണം കഴിഞ്ഞ 4-5-6 വർഷങ്ങൾക്ക് മുമ്പ് SNDP യോഗം സംബന്ധിച്ചോളം 78,000-ഓളം ഈ മൈക്രോ യൂണിറ്റുകളുണ്ട്. ഇത് ഓരോ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു രൂപം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം SNDP യോഗത്തിലാണ് 4 നേതാക്കന്മാരുള്ളത്. ബാക്കി അതിന്റെ സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഓരോ യൂണിറ്റ് നടക്കുന്ന സംഭവം ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഞങ്ങൾ വിതരണം ചെയ്ത പൈസ AG റിപ്പോർട്ടിൽ കഴിഞ്ഞ ഏതാണ്ട് 5 വർഷക്കാലം മുമ്പുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് അന്ന് 4% കൊടുത്തത് അതിനേക്കാൾ എന്തോ കുറച്ച് പൈസ കൂടുതൽ വാങ്ങിച്ചു എന്നൊരു റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, എന്തായാലും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ചെറിയ കാര്യമായാലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തതായെങ്കിലും വന്നിട്ടുണ്ട്. അത് താങ്കൾ കൃത്യമായ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും കോലാഹലം ഉണ്ടാകില്ലായിരുന്നു. അതിങ്ങനെ മാറ്റി ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയല്ലേ ആളുകൾ കരുതുക? അല്ല, ഇത് ഒരിക്കലും ഞങ്ങൾക്ക് ഇത് ഒളിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം SNDP യോഗത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് വളരെ വ്യക്തമായി മൈക്രോ ഫിനാൻസിന്റെ പൈസ ആകെ വരുന്നത് പിന്നോക്ക വകുപ്പിന്റെയാണ്. ആ പിന്നോക്ക വകുപ്പിന്റെ അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് അതുപോലെ SNDP യോഗം യൂണിയനുകൾക്ക് വിതരണം ചെയ്യുകയാണ്. യൂണിയനുകൾക്ക് വിതരണം ചെയ്ത് യൂണിയൻ നേരെ അത് മൈക്രോ യൂണിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഓരോ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള വ്യക്തത ഉണ്ടാവില്ല. പക്ഷേ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത്. മൈക്രോ ഫിനാൻസ് പോലെ സാമ്പത്തികമായി ഗവൺമെന്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അനുവദിക്കപ്പെട്ട പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യം ഇതിങ്ങനെ എല്ലാ ശാഖകൾക്കും കൊടുക്കുമ്പോൾ അവിടെ ചിലരെങ്കിലും അത് ചെയ്യുന്നുണ്ട്. ചിലരെന്ന് പറയുന്നത് അങ്ങയുടെ ശാഖകളെ കുറിച്ച് മോശം പറയാൻ പറ്റില്ല. ജനങ്ങളാണ് എവിടെയെങ്കിലുമൊക്കെ പൈസയൊക്കെ കൂടുതലൊക്കെ ചിലപ്പോൾ അവർ പ്രയോഗിച്ചേക്കാം, പലിശ കൂടുതൽ ഇട്ടിട്ടുണ്ടാകാം, അങ്ങനെ കൊടുത്തിട്ടുണ്ടാകാം. അവർ ചെയ്താലും നിങ്ങൾക്കാണ് ചീത്തപ്പേരുണ്ടാകുന്നത്. അവർ അങ്ങനെ ചെയ്തെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തണം. ആ കാര്യങ്ങൾ എവിടെയെങ്കിലും അഴിമതി ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അവരുടെ നേരെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കൃത്യമായി തന്നെ സുതാര്യമായി അന്വേഷിച്ച് ശാഖകൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശുദ്ധീകരിച്ച് മുന്നോട്ട് വരാനല്ലേ ശ്രീനാരായണ ഗുരുദേവൻ പോലും ഇരുന്ന സ്ഥാനത്തിരിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെയൊക്കെ വക്താക്കൾ ചെയ്യേണ്ടത്? ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനൊരു AG റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് വളരെ ക്ലോസ് ആയിട്ടുള്ള പിന്നോക്ക വകുപ്പിന്റെ പൈസ കൊടുക്കുമ്പോൾ വളരെ ക്ലോസ് വാച്ച് ചെയ്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇപ്പൊ ഓരോ പ്രാവശ്യം കണ്ട് ഇതിന് യൂട്ടിലൈസേഷൻ ലിസ്റ്റ് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. സാധാരണ പിന്നോക്ക വകുപ്പിന്റെ പണം പ്രത്യേകിച്ച് ഗവൺമെന്റ് ഫണ്ട് വരുന്നതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ, ഒരുപാട് പേപ്പർ വർക്കുകൾ ചെയ്യേണ്ടതുണ്ട്. അത് മുഴുവൻ കറക്റ്റ് ചെയ്ത് ഇപ്പൊ കൃത്യമായി 4% കിട്ടുന്നത് 4% തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും താങ്കൾ ഈ ചർച്ചയിലേക്ക് വന്നപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. AG റിപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ AG റിപ്പോർട്ട് ഉണ്ടെന്ന് അങ്ങക്ക് തന്നെ അറിയാം. അങ്ങത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് അങ്ങല്ല ചെയ്തത്, വേറെ ആരൊക്കെയോ ആണ് താഴെ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ? അവിടെ തന്നെ ഒരു കാര്യം ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഇത് ഈ ഗുണഭോക്താക്കൾക്കാണ് ഇത് കൊടുക്കുന്നത്. ഈ ഗുണഭോക്താക്കളിൽ തന്നെ ചിലർ അങ്ങനെ അവർ പോലും അറിയാതെ ഇത് പൈസ അവരുടെ പേരിൽ എടുത്തിട്ടുണ്ട് എന്നും അതിൻ്റെ പലിശ മറ്റാരോ ആണ് കുറഞ്ഞ പലിശ അടയ്ക്കുന്നതെന്നും അവർ മറിച്ച് കൊള്ള പലിശയ്ക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നും ഒക്കെ ഉള്ള ആരോപണങ്ങളുണ്ട്. അതും താങ്കളെപ്പോലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. അതൊക്കെ ശുദ്ധ അബദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് SNDP യൂണിയനിലേക്ക് ചെക്ക് ചെല്ലുമ്പോൾ ഒരാളുടെ വീട്ടിലേക്കല്ല ചെക്ക് ചെല്ലുന്നത്. അതിന് യൂണിയൻ പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, കൗൺസിലുണ്ട്. ഈ അവിടുത്തെ ഓരോ ആഴ്ചയിലും ഓരോ കൗൺസിലിലും ഈ പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൗൺസിൽ ചർച്ച ചെയ്യണം. അവിടെ കൃത്യമായി ഒരാൾക്ക് സമ്പത്തിനോട് അവിടെ പോകാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ SNDP യോഗത്തിന്റെ ഇത് 14,000-ഓളം വരുന്ന 4,000 കോടി രൂപയോളം പണം വിതരണം ചെയ്തിട്ട് പോലും വളരെ ചെറിയ അവിടെ ഇവിടെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ സാമ്പത്തിക ക്രമത്തിൽ നടന്നിട്ടുള്ളത്. ബാക്കി മുഴുവൻ സുതാര്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, അത് താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു, എല്ലായിടത്തും അന്വേഷിച്ചോ? ഇനി ആരെങ്കിലും അതല്ലാതെ ചൂണ്ടിക്കാട്ടിയാൽ അങ്ങേക്ക് എവിടെയെങ്കിലും ചിലയിടത്തെങ്കിലും ഒന്നുകൂടി പരിശോധിക്കാനുണ്ടോ? അത് പരിശോധിക്കുമെന്ന് പറയുന്നുണ്ടോ? തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ. കാരണം SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ നമുക്കറിയാമല്ലോ, കേരളത്തിലുള്ള പഞ്ചായത്തുകളുടെ എണ്ണത്തിനേക്കാൾ എത്രയോ കൂടുതലാണ്, അല്ലെങ്കിൽ എത്രയോ വലിയൊരു സംവിധാനമാണ് മനസ്സിലാക്കണം. അത് എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാൽ ഏത് തരത്തിലുള്ള നടപടിയും SNDP യോഗം എടുത്തിരിക്കും. അതായത് ഒരു കാര്യം, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഞാനിത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ 4% പലിശയ്ക്ക് താങ്കൾ എടുക്കുന്ന കാര്യങ്ങൾ 12%, 14% പലിശയ്ക്കാണ് പലയിടത്തും കൊടുക്കുന്നത്. ഇത് താങ്കൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോളൂ. ഒരിക്കൽ പോലും ഇല്ല. അത് ശുദ്ധ അബദ്ധമാണ്. അത് മുഴുവൻ ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് ഇവർ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പിന്നെ പ്രിയപ്പെട്ടവരാ,
SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ആകെ ഈ പറയുന്ന 4% കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വെറും 4,91,00,000 രൂപയേ ഉള്ളൂ. പക്ഷെ അതിന്റെ കണക്കുകൾ പീപ്പിൾ TVക്ക് ലഭ്യമായിട്ടുണ്ട്. അത് പിന്നെ താങ്കൾ ഇങ്ങനെ നിഷേധിക്കുമ്പോൾ അത് പുറത്തേക്ക് വിടില്ലേ? അപ്പോൾ അത് താങ്കൾക്ക് അറിയാത്തതാണോ? താങ്കൾക്ക് ഒന്നുകൂടി അന്വേഷിക്കണമോ അത്? അല്ലെങ്കിൽ ഇത് ഒരു കാരണവശാലും ഈ പറയുന്ന 12% പലിശയ്ക്കും SNDP യോഗത്തിന്റെ അതായത് പിന്നോക്ക വകുപ്പിന്റെ പണം ഒരിക്കലും കൊടുക്കില്ല. 12% പലിശയ്ക്ക് കൊടുക്കുന്നത് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന പണമാണ്. ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന പണം ഇത് 11.75 അത് 12% ആ പലിശയ്ക്കാണ് കിട്ടുന്നത്. ആ പലിശ കിട്ടുന്ന പലിശയ്ക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. 12% പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്. ഭൂരിപക്ഷം പണം കൊടുക്കുന്ന 12% പലിശയ്ക്ക്. അതിന് കാരണം ബാങ്കുകളിൽ കിട്ടുന്ന പലിശ ബാങ്കുകളിൽ കിട്ടുന്ന പണം മുഴുവൻ ഈ 12% പലിശയ്ക്കാണ് കിട്ടുന്നത്. 4% പലിശയ്ക്ക് പൈസ കിട്ടുന്നില്ല. ഞാൻ വരാം. ശ്രീ ഷാജി വെട്ടൂരാൻ, ഇത് താങ്കൾക്കുള്ള മറുപടിയാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. 4% ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എടുക്കുന്ന ഫണ്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 1. 2, താഴെ ബെനിഫിഷ്യറിയുടെ കയ്യിൽ നിന്ന് 12% എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഇൻട്രസ്റ്റ് എവിടെ പോയെന്നാണ് AG ചോദിച്ചിരിക്കുന്നത്. അതാണ് ക്ലിയറായിട്ട് പറയേണ്ടത്. അല്ല ബാങ്കിൻ്റെ വേറൊരു പോളിസിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് നമ്മൾ NOC മാത്രം കൊടുക്കുകയാണ്. യോഗം NOC കൊടുക്കുന്നതിന് മുമ്പ് ഈ വനിതകളുടെ ഇന്ന് ശരിക്കും അവർ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ 10 രൂപ എല്ലാ ആഴ്ചയും ഇട്ട് 6 മാസം അവരെ സമ്പാദ്യം പരിശോധിച്ച് അവർ തമ്മിൽ ലോൺ കൊടുത്ത് തിരിച്ചടവ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ബാങ്ക് പരിശോധിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് 4 ഇരട്ടി സമ്പത്ത് കൊടുക്കുകയുള്ളൂ. അത് യോഗവും പരിശോധിച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കാവൂ. അവർ അല്ല ചുമ്മാ ഓപ്പണായിട്ട് ആരും കൊടുക്കാറില്ല. ഇതാണ് യോഗം തുടങ്ങിയ സമയത്ത് മൈക്രോ ഫണ്ടിങ് തുടങ്ങിയപ്പോൾ ഇട്ട സിസ്റ്റം. ആ സിസ്റ്റത്തിൽ കൂടെ പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് മനസ്സിലാവാതെ എവിടെ തെറ്റുന്നത്? കാര്യം നമ്മുടെ വനിതകളൊക്കെ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ഇഷ്യൂ അതല്ല. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വനിതകൾ പൈസ ബാങ്കിൽ കൂടെ അടയ്ക്കുന്നത് 12%-ാണ്. ആ യൂണിറ്റിൽ ശാഖയിൽ അടയ്ക്കുന്നു, ശാഖ അവിടെ നിന്ന് യൂണിയനിൽ കൊടുക്കുന്നു. അത് ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഫണ്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് തുഷാർ പറയുന്നത് ബാങ്ക് വഴി വരുന്നത്. അതിപ്പോൾ ബാങ്ക് വഴി വരുന്നത് 11%-ഓ 12%-ത്തിന് നിങ്ങൾ എടുക്കുന്നു. അത് കറക്റ്റാണ്. പക്ഷേ ആ ഫണ്ടും വനിതയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന 12 മാസമോ 15 മാസത്തിനകം തിരിച്ചടയ്ക്കാനാണ്. പക്ഷേ ബാങ്ക് തരുന്നത് 3 കൊല്ലത്തേക്കാണ്. 3 കൊല്ലത്തേക്കാണ് തരുന്നത്. തുഷാർ വെള്ളാപ്പള്ളി, അതൊക്കെ ശുദ്ധ അബദ്ധമായി പറയുന്നത്. എന്ത് അബദ്ധം തുഷാറെ? എന്ത് പറയുന്ന ശുദ്ധ അബദ്ധം? എന്റെ ഷാജി SNDP യോഗത്തിന് പുറത്തു പോയിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 9 വർഷമായി. അതൊന്നും പ്രശ്നമില്ലല്ലോ തുഷാറെ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഷാജിക്ക് യാതൊരു ബോധവുമില്ല. ഒരു കാര്യം മനസ്സിലാക്ക്, ഇതിനകത്ത് തുഷാർ വെള്ളാപ്പള്ളി മുൻപല്ലാതെ നടന്നിട്ടുണ്ടോ? ഇല്ലെന്ന് ഒരിക്കലും. ഇത് എന്റെ പൊന്നു സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഞാനോ നിങ്ങളോ ആര് വിചാരിച്ചാലും ഒരു ബാങ്കിലും ചെയ്യാൻ കഴിയില്ല. ഇത് കൃത്യമായി ഈ രീതിയിൽ 6 മാസം ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് മാത്രമേ ചെയ്യാൻ കഴിയൂ. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് AG റിപ്പോർട്ടിലൂടെ കണ്ടെത്തിയ ചിലയിടത്തൊക്കെ ചില പ്രശ്നങ്ങൾ. അത് സ്വാഭാവികമാണ്, ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല ആ ഘട്ടത്തിൽ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളെ താങ്കൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ പിന്നെ മെനക്കെടുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. ഞാൻ പറയുന്നത് ഒന്ന് വ്യക്തമായി ദയവായി മനസ്സിലാക്കൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. എല്ലാം അറിയുന്നത് ഇത് ഞാനൊന്ന് പറയുന്നത് വ്യക്തമായി നിങ്ങളൊന്ന് കേൾക്കൂ. AG റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. ഈ AG റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പിന്നോക്ക വകുപ്പിൽ നിന്ന് കിട്ടിയ പണം അവിടെ SNDP യോഗത്തിന്റെ അക്കൗണ്ടിൽ വന്ന് അത് നേരെ യൂണിയനിൽ കൊടുത്ത് അത് യൂണിറ്റുകളിലേക്ക് കൊടുത്ത സമയത്ത് എന്തോ പലിശയിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തോ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് AG റിപ്പോർട്ട്. അത് മതിയല്ലോ. AGക്ക് എങ്ങനെ വിശദമായി ഒരു 2 മണിക്കൂർ ചർച്ച നടത്താൻ പറ്റില്ലല്ലോ? ഒറ്റ വാചകത്തിൽ അത് എഴുതി. ആ കാര്യമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഈ ആരെന്നുള്ളത് അത് കിട്ടിയ ശേഷം ഇത് അന്വേഷിച്ച് അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പിന്നോക്ക വകുപ്പിന് പണം 4,91,00,000 രൂപയാണ്. ആ പണം കൃത്യമായി പോകുന്നത് ഞങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്താണ്. അത് ഏറ്റവും ഒടുവിലത്തെ വർഷത്തേത് മാത്രമാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ അതല്ല. അല്ല, ഒരേ ഒരു വർഷമാണ് ഇത് ഉണ്ടായത്. അതും എല്ലാ സ്ഥലത്തുമല്ല, ഒരു സ്ഥലത്തുണ്ടായ വിഷയമാണ്. ആ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് അപ്പം തന്നെ താക്കീത് അത് മുഴുവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് അതെന്ന് പറയുന്നത് ഒരു സ്ഥലത്താണ് റാൻഡമായി ചെയ്യുമ്പോഴത്തേക്കും കണ്ടെത്തുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വന്ന് AG അതുപോലെ കണ്ടെത്തിയിട്ടുണ്ടാകില്ല.
അതൊക്കെ നമുക്ക് ന്യായീകരണം പറയാന്നുള്ളൂ. കാരണം ഞങ്ങളൊരു റിപ്പോർട്ട് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ അന്വേഷിക്കില്ലേ? ഞങ്ങൾ അതിന്റെ പുറകെ പോയി അന്വേഷിച്ചു. അതിന് മുഴുവൻ സ്ഥലങ്ങളിലും കൃത്യമായി ഈ പലിശയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. ഇതിന് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇത് കൊടുത്തിട്ടുള്ള ആളുകൾ കൃത്യമാണോ എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം. കാരണം ഇത് കൊടുക്കുന്നത് വലിയൊരു സിസ്റ്റത്തിൽ കൂടെ കൊടുക്കുന്നത് ഞങ്ങൾ ഇതിന്റെ പുറത്തിരിക്കുന്നുള്ള അല്ലാതെ അവിടുന്ന് പണം വിതരണം ചെയ്ത് കഴിയുമ്പോൾ താഴെ പോയി എങ്ങനെ പോകുന്നുള്ളത് ഇപ്പൊ വളരെ വളരെ ക്ലോസ് ആയിട്ട് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഈ കാര്യം താങ്കൾ ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ താങ്കൾക്ക് ഞാൻ ആവശ്യത്തിന് സമയം തരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഇങ്ങനെ വളരെ സോഫ്റ്റായി താങ്കളോട് പറയുന്നത്, നമ്മളിങ്ങനെ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരുപാട് ശാഖാ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രത്യേകിച്ച് ആലത്തൂർ ശാഖയിലെ കാര്യം തന്നെയാണ് ശ്രീ ഷാജി വെട്ടൂരാൻ അറിയാവുന്ന കാര്യം. ഒപ്പം അടൂരിലെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതാണ്. അവിടെയൊക്കെ ഇത് സംഭവിച്ചിരിക്കുന്നു. അടൂർ സഹോദര ഇത് അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ട്വിസ്റ്റ് ചെയ്യാതെ. അതായത് അടൂരിൽ മൈക്രോ ഫിനാൻസ് ഈ പറയുന്ന പിന്നോക്ക വകുപ്പിന് പണം കൊടുത്തിട്ടില്ല. അവിടെ കൊടുത്തിട്ടുള്ളത് പണം എന്ന് പറയുന്നത് യൂണിയൻ നേരിട്ടെടുത്ത പണമാണ്. അവര് സാമ്പത്തിക ക്രമക്കേട് പിടിച്ചിട്ട് അവര് CBI എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഏത് സംഘടനയിലാണെങ്കിലും കീഴ്ഘടകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് തീർച്ചയായും അന്വേഷണം കൊണ്ടുവരും, ഞങ്ങൾ നടപടിയെടുക്കും. അതല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. പക്ഷെ അത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പണം എടുത്തു എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യം. ഞാൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയോട് ഒന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് വളരെ സ്നേഹമാണ് ശ്രീ സന്തോഷ് കുമാറിനോട്. പക്ഷേ അദ്ദേഹത്തിന്റെ ശാഖയിൽ പോലും അദ്ദേഹം ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ ശാഖയിൽ പോലും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, കോടതിയിൽ പോലും കേസുണ്ട്. ഒരു 72 ലക്ഷത്തിൻ്റെ കാര്യമാണ് എൻ്റെ മുമ്പിൽ ഉള്ളത്. 10-32 ലക്ഷത്തിൻ്റെ കാര്യങ്ങളിൽ കേസുണ്ട്. അവിടെ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവിടെ ആ പറയുന്ന സന്തോഷോട് വിരോധമുള്ള ഒരാൾ കൊണ്ടുകൊടുത്ത കേസാണ്. അവിടെ വ്യക്തമായി കൃത്യമായി പണമടച്ച് ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പ് മൈക്രോ ഫിനാൻസ് അതേ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് വിതരണം ചെയ്താണ് അതിന് ജനറൽ സെക്രട്ടറി തന്നെ കത്ത് കൊടുത്തത്. വെറുതെ ചിരിച്ചിട്ടും പറഞ്ഞിട്ട് കാര്യം ഇതിനകത്ത് അടുത്ത് നിന്ന് ഞാൻ കൂടെ നിൽക്കുന്ന ആളാണ്. ഒരു സന്തോഷ് കുമാറോട് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയുണ്ട്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, മാധ്യമങ്ങൾ കുറച്ച് കാലമായി താങ്കളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ താങ്കളോട് കൃത്യമായി ചോദിച്ചപ്പോൾ താങ്കൾ അത് കൃത്യമായി സോഫ്റ്റായി തന്നെയാണെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. AGയുടെ റിപ്പോർട്ടുണ്ട്, ചില ശാഖകളിലെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ശ്രീ സന്തോഷ് കുമാറിനെതിരെ ആ ശാഖയിലുള്ള പ്രശ്നം അദ്ദേഹത്തോട് വിരോധമുള്ളവർ ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പലയിടത്തും കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചില അഴിമതിയുടെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ശ്രീ ഷാജി വെട്ടൂരാനും ഡോക്ടർ ബിജു രമേശും ഒക്കെ പറയുമ്പോൾ അതങ്ങനെയൊന്നും ഇല്ല നടച്ച് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. താങ്കൾ അത് കൃത്യമായി പറയണം. ഇതിനകത്ത് ഞാനൊരു കാര്യം അവരെന്താണ് പറഞ്ഞത്, SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് കണിച്ചുകുളങ്ങരയിലെ അക്കൗണ്ടിലേക്ക് 50% പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ ആക്ഷേപം ഉന്നയിക്കുണ്ടായത്. അല്ലാതെ SNDP യൂണിറ്റുകളിൽ എവിടെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടായി എന്നല്ല ആക്ഷേപിച്ചത്. ഈ പറയുന്ന സന്തോഷ് കുമാറിന് ഈ പറയുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും അവിടെ ഇല്ല. അവിടെ കൃത്യമായിട്ട് അവർ അടയ്ക്കാനുള്ള പൈസ മുഴുവൻ അടച്ചു കഴിഞ്ഞിട്ട് അവർ ഏതാണ്ട് 20 ഏക്കറുള്ള സ്ഥലം അവിടെ യൂണിയന്റെ പേര് വാങ്ങിച്ചു. അവിടെ സ്വന്തം കോളേജ് നടത്താനുള്ള പ്രയത്നമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മൈക്രോ ഫിനാൻസ് ഇവരുടെ നേരത്തെ കൊടുത്ത് മൈക്രോ ഫിനാൻസ് കൊടുത്തുകൊണ്ടിരുന്ന അതേ ബാങ്ക് തന്നെ ഈ കഴിഞ്ഞ ദിവസം അവർക്ക്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ശ്രീ വെള്ളാപ്പള്ളി മറുപടി പറയാൻ ഇടയായ മറ്റൊരു കാര്യം ഈ ബെൽചിറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്, താങ്കളുടെ കുടുംബത്തിനെ ആക്ഷേപിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ടല്ലോ, അതിൻ്റെ സാങ്കേതിക കാര്യം താങ്കളെങ്കിലും പറയണമല്ലോ. താങ്കളുടെ ഭാര്യയുടെ പേരിലാണ്, അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾ അതിനകത്തുണ്ട്. അതൊരു 10 ലക്ഷം രൂപ വരെ ചിട്ടി മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. 1 കോടി രൂപയുടെ മാത്രം ആണ് അതിൻ്റെ മൊത്തം ആസ്തി എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനകത്തും ഒരു ഓഡിറ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് താങ്കൾ കണ്ടതാണല്ലോ, താങ്കളത് പ്രതികരിച്ചിട്ടില്ലല്ലോ. ഈ 22 കോടിയുടെ കഴിഞ്ഞ വർഷം അതിനകത്ത് നടന്ന ഇടപാടുകൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ലല്ലോ. അത് താങ്കൾ എങ്ങനെ പറയും? ഇത് എൻ്റെ ഭാര്യയുടെ പേരിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ എൻ്റെ ഭാര്യയുടെ പേരിലും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളാണ് അതിനകത്ത് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായി ഒരു ക്യാപിറ്റൽ എമൗണ്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ബാക്കി കുറെ പണം ഇവരുടെ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ തന്നെ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ആ ചിട്ടി കമ്പനി നടത്തുന്നത്. അത് കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഏത് തരത്തിലുള്ള പരാതികൾ വന്നാലും അത് അന്വേഷിക്കാൻ തയ്യാറായി ആര് വന്നാലും അത് ഓപ്പൺ ബുക്കാണ്. അവിടെ ഞങ്ങൾ കൃത്യമായി കണക്കടക്കാൻ പിന്നെ ടാക്സ്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ഭാര്യയ്ക്ക് ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ആ ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഓഡിറ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: എ ഗുഡ് നമ്പർ ഓഫ് പേയ്മെന്റ്സ് ആർ നോട്ട് സപ്പോർട്ടഡ് ബൈ എക്സ്റ്റേണൽ എവിഡൻസസ് വിച്ച് കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. അവിടെയാണ് 22 കോടിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്.
അവിടെ അത് ചിട്ടി നിയമങ്ങൾ വെച്ച് ഞങ്ങൾ അത് മുഴുവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ നിയമപരമായി ആര് വന്നാലും അതിന് കൃത്യം ഞാനിപ്പോ ഒരു ടി വി കൂടെ കണക്ക് പറയാൻ പറ്റുന്ന വിഷയമാണോ ഇത് അവിടെ നടക്കുന്ന ബിസിനസ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് നിയമപരമായി ക്ലിയർ ചെയ്തിട്ടുള്ളതാണെങ്കിലും ആ കാര്യത്തിൽ താങ്കൾ എവിടെയൊക്കെ അത് ഇടപെട്ടത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ 22 കോടി രൂപ എവിടെ പോയി? 22 കോടി രൂപ എങ്ങും പോയിട്ടില്ല. പലപ്പോഴും എവിടെ നിന്ന് വന്നു? അതിന്റെ ഇവിടെ നിന്ന് വെച്ചാൽ വ്യക്തമായ അക്കൗണ്ടഡ് മണി മാത്രം ഇട്ട് ബിസിനസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ ഈ ഓഡിറ്റർ എന്തുകൊണ്ടാണ് ഇത് കാണാത്തത്? അതിന്റെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന്റെ കണക്ക് മുഴുവൻ ഞാൻ ഇവിടെ ടി വി കൂടെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഒരു ദിവസം ഇരുന്നാലും തീരില്ല. അത് വ്യക്തമായി അങ്ങ് തയ്യാറാണെങ്കിൽ കേരളം മുഴുവൻ ഈ ഒരു വലിയ കാര്യം പുറത്തു കൊണ്ടുവരാൻ തയ്യാറായിട്ട് ഈ രാത്രി മുഴുവൻ ഇരിക്കും. ഞാൻ എന്റെ മുഴുവൻ ഡോക്യുമെന്റ് കയ്യിൽ തരാം. എനിക്ക് അത് വെറുതെ ഞാൻ പറഞ്ഞാൽ തീരുന്നതല്ല. ഞാനത് എന്റെ ചാർട്ടേഡ് അക്കൗണ്ട് എഴുതി തന്നിട്ടുള്ള മുഴുവൻ ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട്. ആ ഡോക്യുമെന്റ് മുഴുവൻ ഞാൻ തരാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഓഡിറ്റർക്ക് GVR അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഈ ഓഡിറ്ററുടെ ഈ ഓഫീസിന് എന്ത് പറ്റിയിട്ടാണ് ഈ ഒരു വരി അവിടെ എഴുതി ചേർത്തത്? അവരെ നിങ്ങൾ അതിന്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്തോ? നിങ്ങൾക്ക് ഈ അപമാനം ഉണ്ടാക്കിയതിന്? ഞങ്ങളത് അവരെഴുതിയിട്ടുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കിത് ടി വി കൂടെ പറഞ്ഞ് ഇതിന്റെ കണക്ക് മൊത്തം ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നുള്ളതല്ലാതെ ഇതിന്റെ അധികാരപ്പെട്ട ആളുകൾ ആര് വന്നാലും അതിന്റെ മുഴുവൻ കണക്കുകളും മുഴുവൻ അന്വേഷണവും ഏത് തലം വരെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അതായത് ഇതിന് അധികാരപ്പെട്ടവർ വന്നാൽ അവരോട് മാത്രം താങ്കൾ പറയുമ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത് അങ്ങനെ പറയാം. അത് വെളിയിൽ ആരും പൊതുജനങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. താങ്കൾ ഒരു സമുദായ സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ്. ഒരുപക്ഷെ നാളെ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളൊരു മഹത് വ്യക്തിത്വമാണ്. ആ നിലയ്ക്ക് ഈ കാര്യം ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് താങ്കൾ കേന്ദ്രമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ആളാണെന്നാണ്. ആ നിലയ്ക്ക് ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, നല്ലതാണ് അങ്ങനെയൊക്കെ ആകുന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ഒരാൾ ഇത് അധികാരപ്പെട്ടവർ മാത്രം വരുമ്പോൾ അവരുടെ മുമ്പിൽ മാത്രമേ പറയൂ, ഈ ആളുകൾ അല്ലാതെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചട്ടെ എന്ന് താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നു? സമീപനം എടുക്കാൻ എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന കണക്കല്ലല്ലോ. ഇത് മാസങ്ങൾ നടന്നിട്ടുള്ള ബിസിനസ്സുകളുടെ കണക്കാണ്. ആ കണക്ക് മുഴുവൻ എനിക്ക് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ടി വി കൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമായിരുന്നു. എല്ലാ സെയിൽ ടാക്സ് ഇഷ്യൂയും എല്ലാ ഇൻകം ടാക്സ് ഇഷ്യൂയും തീർക്കാമായിരുന്നല്ലോ. ഇത് ടി വി കൂടെ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് കൃത്യമായി കണക്ക് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇത് മുഴുവൻ ചെയ്യുന്ന ഞാനല്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. 24 അവിടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് താങ്കളുടെ ഭാര്യയുടെ പേരിലുള്ള ഈ ചിറ്റ്സ് അവിടെ കാര്യങ്ങൾ നോക്കി കണ്ടെത്തിയ കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു വിരോധമുണ്ടായിട്ട് അവരുടെ കമ്പനി അങ്ങനെ എഴുതി ചേർത്തതല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അത് എഴുതിയിട്ട് തന്നെ കുറച്ച് സമയമായല്ലോ. താങ്കൾ ഇത് അറിഞ്ഞതാണല്ലോ. അത് തിരുത്തേണ്ടതായിരുന്നില്ലേ? അത് ചെയ്യാതെ ഈ 22 കോടി രൂപ എവിടെ പോയി എന്ന് ഇങ്ങനെ ഇതിനകത്ത് വരുമ്പോൾ ആ കാര്യങ്ങൾ താങ്കൾക്ക് അന്വേഷിക്കേണ്ടതുണ്ടോ? അതോ വ്യക്തമായി താങ്കൾക്ക് അറിയാവുന്നതാണോ? 22 കോടി എങ്ങും പോയിട്ടില്ല. അത് ചിട്ടി സാധാരണ പറഞ്ഞോളൂ. അത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മിസ്റെസ്പെക്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊരു കാര്യം. അതിന് കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡോക്യുമെന്റ് നാളെ ഞാൻ കൊണ്ടുതരാം. അത് പ്രസിദ്ധീകരിച്ചോ? ഡോക്യുമെന്റ് വെച്ച് സംസാരിക്കുന്നതാണ് നല്ലത്. ഇത് കൃത്യമായി ഓരോ നടന്നിട്ടുള്ള കണക്കുകൾ എനിക്ക് ടെലിഫോണിൽ കൂടെ പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ രാവിലെ ഡോക്യുമെന്റ് അങ്ങോട്ട് കൊടുത്തയക്കാം. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, നാളെ താങ്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കുമോ? ഞാൻ പേഴ്സണലി നിങ്ങളെ തരാം. എനിക്ക് ഒരു കാരണവശാലും എന്റെ ബിസിനസ് എവിടെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് ഒരു കാരണവശാലും മാധ്യമത്തിൽ പറയാൻ എനിക്ക് യാതൊരു ബാധ്യതയുമില്ല, ചെയ്യേണ്ട കാര്യവുമില്ല, എന്തായാലും ചെയ്യാറുമില്ല. അത് ഓഡിറ്റർ കണ്ട കാര്യമല്ല, അദ്ദേഹത്തിന് പോലും അറിയില്ല എന്ന് അദ്ദേഹം എഴുതി വെക്കുന്ന കാര്യങ്ങൾ താങ്കൾ ഇപ്പോ കൈരളിയെ അറിയിക്കാമെന്നാണ് പറയുന്നത്. അല്ല, അതല്ലേ പറഞ്ഞ് ഞാൻ കൈരളിയിലോട്ട് അതിന്റെ കംപ്ലീറ്റ് പേപ്പർ കൊടുത്തയക്കാം, എന്നിട്ടൊന്ന് നേരിട്ട് കാണൂ. അതല്ല ഞാനിപ്പോ ഇരുന്നുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പണി മുഴുവൻ ഞാനിപ്പോ ടി വി കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നടക്കും? ഞാൻ അങ്ങനെ ആവശ്യപ്പെടുന്നില്ല ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. പക്ഷേ ഇതെന്തായാലും ഞാൻ തിരിച്ച് കൈരളി ചാനലിന്റെ മുഴുവൻ കണക്കും ഇപ്പൊ ഒന്ന് പറയണമെന്ന് പറയാൻ നടക്കുമോ സൗര? കൈരളിയുടെ കണക്കുകൾ അറിയേണ്ട തരത്തിൽ അറിയിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഞാനും ആ കാര്യത്തിൽ പിന്നോട്ടില്ല. ഞാൻ അത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയോട് പറയുന്നു. പക്ഷേ 2013, 2014 വാർഷിക റിപ്പോർട്ട് കൈരളി തന്നെ ഇത് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. MD-യും ചെയർമാനും ഒക്കെ ഒപ്പിട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അത് കാണിച്ചിട്ടുള്ളതാണ്. അതിന്റെ പുറത്ത് ഓഹരി ഉടമകൾക്ക് വേണ്ട ഡിവിഡൻഡുകൾ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇത് ഞങ്ങൾ 3-4 പാർട്ട്നേഴ്സ് കൂടെ നടത്തുന്നതാണ്. അത് കൃത്യമായി കണക്ക് നോക്കി ഓരോ സമയം ഇപ്പൊ കണക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഴുവൻ കണക്കും പറയണമെന്ന് പറഞ്ഞ് എന്റെ സൗരന് പറയാൻ പറ്റുന്ന സൗരനിരിക്കുന്ന കസേരത്തിക്കുന്ന കണക്ക് ഇത് നടക്കുന്ന കാര്യമല്ല.
ഇത് നമ്മൾ അത് കൃത്യമായി അതിന്റെ ഡോക്യുമെന്റ് ഞാൻ അങ്ങോട്ട് തരാം പേഴ്സണലായി. ഇത് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയല്ല, പേഴ്സണലായി. അതല്ല കാര്യം, എന്റെ വ്യക്തിപരമായിട്ടുള്ള ഞാൻ നടത്തുന്ന ബിസിനസ് മുഴുവൻ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ തരാം. എന്തായാലും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നാളെ ആ ഡോക്യുമെന്റ്സ് തരുന്നതാണ് പേഴ്സണലായിട്ട്. നാളെ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനല്ല തൽക്കാലം. അല്ല. തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം, അങ്ങ് ഒരു മിനിറ്റ് ലൈനിൽ തുടരുക. ഡോക്ടർ ബിജു രമേശും ശ്രീ ഷാജി വെട്ടൂരാനും ഇവിടെ ഈ ചർച്ച മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്കെതിരായി ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അവരിൽ നിന്ന് ചില ക്ലാരിഫിക്കേഷൻ കൂടി കേട്ടുകൊണ്ട് വേണം ഞാൻ അങ്ങയിലേക്ക് ഒന്നുകൂടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ താങ്കളെ ഫ്രീ ആക്കാം. കേരള ജനതയുടെ മുമ്പിൽ അങ്ങേക്കും ആവശ്യമാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ. ഡോക്ടർ ബിജു രമേശ്, താങ്കൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ തൃപ്തനാണോ? ഈ 4% പലിശയ്ക്ക് വാങ്ങി ആർക്കും തന്നെ 4% കൊടുത്തായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. ഞങ്ങൾ ഏകദേശം ഉള്ള പല സ്ഥലം കേരളം മൊത്തമുള്ള ശ്രീനാരായണ ഒരു SNDP പ്രവർത്തകരുമായൊക്കെ കാണുന്നതാണ്. എല്ലാവരും 12%, 14, 16, 18 കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 14, 16 ഒക്കെ എവിടെ നിന്നാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നത് പോലും 12 കിട്ടുന്ന പോലും ഇവർ അതിൽ നിന്നും ലാഭം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇവർ അതിൽ നിന്ന് വലിയൊരു എമൗണ്ട് ബിസിനസ്സായിട്ട് തന്നെയാണ് SNDP യോഗത്തിലിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കണക്കുകൾ ലാഭമൊന്നും SNDPയിൽ വരുന്നുമില്ല. അതുപോലെ തന്നെ അഡ്മിഷനും നിയമനങ്ങളിലും അഡ്മിഷൻ നടത്തുന്നതിലും വാങ്ങുന്നുണ്ട്, നിയമനങ്ങൾ നടക്കുന്നതിലും. ഇപ്പോൾ തന്നെ ലെക്ചർ പോസ്റ്റൊക്കെ 40 ലക്ഷം രൂപ വെച്ചാണ് വാങ്ങുന്നത്. ഈ വാങ്ങുന്ന ഒരു പൈസ പോലും, 40 ലക്ഷം രൂപ വാങ്ങുന്ന ഒരു പൈസ പോലും നാളിതുവരെ ഇതൊന്നും കണക്കുകളിലോ SN ട്രസ്റ്റിൻ്റെ കണക്കിലോ SNDPയുടെ കണക്കുകളിലോ ഒന്നും കണ്ടിട്ടില്ല. ഈ പൈസ അത്രയും തന്നെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റേയും കൂടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പരക്കെയുള്ള ആക്ഷേപം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ആക്ഷേപമല്ല. ഇത് പറയുന്നവരെയാണ് ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് SNDP യോഗത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ പുറത്താക്കി മാറ്റി നിർത്തുകയും അല്ലെ അവരെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ശ്രീ ഗോപാലനടക്കമുള്ള പ്രൊഫസർ മോഹൻദാസ് ഒക്കെ 10 വർഷത്തോളം കൊല്ലം യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. അവരടക്കമുള്ള നിരവധി ആൾക്കാരെ ഇതിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് പുറത്താക്കുന്നൊരവസ്ഥയാണ്. അവർ SNDPയിൽ നിന്ന് ആ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുന്നു, യൂണിയനിൽ നിന്ന് പുറത്താക്കുന്നു. നിരവധി യൂണിയനുകൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അഡ്മിഷൻ പോസ്റ്റിങ്ങിന് നടത്തുന്ന അഴിമതികൾ അവസാനിപ്പിച്ച് ഞാൻ ശ്രീ ഡോക്ടർ ബിജു രമേശിലേക്ക് ഞാൻ തിരിച്ചെത്താം. ആ കാര്യങ്ങൾ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി മറുപടി പറയും. പക്ഷേ അതിനു മുമ്പ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി കൈരളിയെക്കുറിച്ച് അങ്ങ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൈരളി ചാനൽ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി കൈരളി കണ്ടെത്തിയ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് കൈരളിയുടെ കാര്യങ്ങൾ എന്ത് പറയാനുണ്ട് എന്നാണ്. തുഷാർ, താങ്കൾ ഈ ന്യൂസ് അവറിൽ വന്നിട്ട് ഇങ്ങനെ നന്ദിയുണ്ടെന്ന കാരണം വെച്ചാല് താങ്കളുടേതായ പരസ്യ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടു. അതായത് കൈരളിയുടെയും ജോൺ ബ്രിട്ടാസിന്റെയും ഗൂഢാലോചനയാണ് ഈ ബെൽസ് ചിട്ടി ഫണ്ട് സംബന്ധിച്ചുള്ള വാർത്തകൾ എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, താങ്കളുടെ പിതാവിന്റെ പ്രസ്താവനകളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളൂ. 2013-14 ബെൽസ് ചിട്ടി ഫണ്ടിന്റെ ആനുവൽ റിട്ടേൺസ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയും അതുപോലെ ഡയറക്ടറുമാണ്. ആ ആനുവൽ റിട്ടേൺസിലാണ് പറഞ്ഞിരിക്കുന്നത് 23 കോടി രൂപ ഡിസ്ബേഴ്സ് ചെയ്യപ്പെട്ടത് സംബന്ധിച്ച് വ്യക്തമായ രേഖകളില്ല എന്നുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഓഡിറ്ററുടെ ഒറ്റതിരിഞ്ഞുള്ള കമന്റോ പ്രാഥമിക റിപ്പോർട്ടോ അല്ല. ഇങ്ങനെ ആയിരിക്കെ ഇനി നിങ്ങൾ എന്ത് രേഖകളാണ് ഇത് സംബന്ധിച്ച് കൊണ്ടുവരാൻ പോകുന്നത്? മാത്രമല്ല, ഇത് ജോൺ ബ്രിട്ടാസിന്റെയോ കേരളത്തിലെ കൂടാതെയാണോ? നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തൊരു രേഖയാണ് ഞങ്ങൾ കോട്ട് ചെയ്തത്. അത് ROCയുടെ പക്കലുണ്ട്. ഇനി നിങ്ങൾ തിരുത്തിയെന്ന് പറയുന്നു. എങ്ങനെ തിരുത്താൻ പറ്റും? 2013-2014 നിങ്ങൾ സമർപ്പിച്ച ആനുവൽ റിട്ടേൺസ് തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ തിരുത്താൻ പറ്റുമോ? ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അതിനൊരു മറുപടി. തുഷാർ അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അത് വളരെ ക്ലിയർ ആയി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതിന്റെ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള അതിന്റെ റിപ്പോർട്ട് ഞാൻ നാളെ തന്നെ തരാം. അതിപ്പോ നമ്മൾ TV കൂടെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് വളരെ വ്യക്തമായിട്ടുള്ള അതിന്റെ ക്ലാരിഫിക്കേഷൻ ഇവിടെ എഴുതി വാങ്ങിക്കാൻ എന്റെ കയ്യിൽ നാളെ കിട്ടും. നാളെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ തരാവുന്നതാണ്. എനിക്ക് അവിടെ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. ആരെ കൊണ്ട് വേണ്ടത് അന്വേഷിപ്പിക്കാം. ഏത് സമയത്തും ബെൽജിറ്റിൽ വന്ന് അന്വേഷിക്കുന്നതിന് ഞങ്ങൾ ആരും ഒരു തടസ്സവും ഇല്ല. ഇവിടെ സെയിൽ ടാക്സോ ഇൻകം ടാക്സോ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. അവിടെ യാതൊരു വിധത്തിലും ക്രമക്കേട് നടന്നിട്ടില്ല. വ്യക്തമായി ഇതൊന്നും അറിയാതെയാണോ താങ്കൾ 2 ദിവസം മുമ്പ് ജോൺ ബ്രിട്ടാസും കൈരളിയോട് നടത്തിയ ഗൂഢാലോചനയാണ് ബെൽസ് ചിട്ടി ഫണ്ട് സംബന്ധിച്ചുള്ള വാർത്ത എന്ന് പറഞ്ഞത്? നിങ്ങൾ ഇപ്പോൾ പറയുന്നു അതായത് ഇത് പരിശോധിക്കാമെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്,
നിങ്ങളുടെ ഭാര്യയും ഡയറക്ടറും കൂടി ഒപ്പിട്ടിട്ടുള്ള വാർഷിക റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഞങ്ങൾ ഉദ്ധരിച്ചത്. അതിലാണ് പറഞ്ഞിരിക്കുന്നത് 23 കോടി രൂപ ഡിസ്ബേഴ്സ് ചെയ്യപ്പെട്ടത് സംബന്ധിച്ച് തെളിവില്ല എന്നുള്ളത്. ഇത് നിങ്ങൾ എങ്ങനെ തിരുത്തും? നിങ്ങൾ കുറച്ചു മുമ്പ് ടെലിവിഷനിൽ പറയുന്നത് കേട്ടു, അതായത് നിങ്ങൾ തിരുത്തി കഴിഞ്ഞു എന്ന്. 2013-2014 റിപ്പോർട്ട് ROCക്ക് സമർപ്പിച്ച് തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ആരധികാരം തന്നു? നിങ്ങൾക്ക് എങ്ങനെ തിരുത്താൻ പറ്റും? അത് കമ്പനി ലോ ബോർഡിന്റെയും ROCയുടെയും പക്കലുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ രേഖ എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ജോൺ ബ്രിട്ടാസും കൈരളിയും കൂടെ നടത്തിയ ഗൂഢാലോചനയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് ഈ രേഖകൾ ഡിസ്പോസ് ചെയ്യണം. ROCയുടെ മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ച രേഖകളും അതുപോലെ തന്നെ 23 കോടി രൂപ ആർക്ക് എങ്ങനെ എപ്പം കൊടുത്തു എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ രേഖകൾ സഹിതം നിങ്ങൾ പുറത്തുവിടണം. നിങ്ങൾക്ക് ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടണം. അതല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണം. അതെങ്ങനെ മാപ്പ് പറയാൻ കഴിയും? ബ്രിട്ടാസല്ലേ ടെലിഫോണിൽ വിളിച്ച് ഈ പാർട്ണറെടുത്ത് സംസാരിച്ച് അവസാനം നിങ്ങൾ ഇപ്പൊ ഫോൺ കട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ കൊണ്ടെത്തിച്ചത്? അതിനെങ്ങനെ ഞാനെങ്ങനെ മാപ്പ് പറയുന്നത്? തുഷാറെ, നിങ്ങളും നമ്മളും തമ്മിൽ നല്ല സൗഹൃദമുള്ളത് ഒരു കാര്യം മനസ്സിലാക്കി. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിങ്ങളുടെ ഡയറക്ടർ തോമസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തോമസെ, നിങ്ങൾക്ക് 24 മണിക്കൂർ തരികയാണ്. അതായത് നിങ്ങൾ ബെൽ സ്റ്റേറ്റ്മെന്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള പ്രതിവാദനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച ശേഷം 24 മണിക്കൂർ ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഒരു ടെലിഫോൺ ചെയ്തിട്ട് പൈസ കളയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കൃത്യം 24 മണിക്കൂർ ശേഷം ഞാൻ തോമസിനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഡയറക്ടർ എന്താ പറയുന്നറിയോ? അതായത് എനിക്കൊന്നും പറയാനില്ല, എന്റെ ഓഡിറ്ററോട് ചോദിക്കൂ എന്നുള്ളത്. ഒരു കമ്പനിയുടെ ഡയറക്ടറോട് പ്രൊമോട്ടറോട് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഓഡിറ്ററാണോ ആ കാരണം? അതിന്റെ കാരണം വളരെ വ്യക്തമല്ലേ? വളരെ കൃത്യമായിട്ടുള്ള അതിന് എന്താണ് ക്ലിയർ ആയിട്ട് ഓഡിറ്റർ പറയും. അത് പറയാൻ വേണ്ടിയാണ് ഓഡിറ്റർ അദ്ദേഹം ഇൻവോൾവ് ചെയ്ത്. പക്ഷെ അത് പറയാൻ വേണ്ടി സംസാരിക്കാതെ ബ്രിട്ടാസ് എടുത്ത് സ്റ്റാൻഡ് വേറെയായിരുന്നു. അത് തെറ്റായി പോയി. ഞാനൊരു കാര്യം ചെയ്യട്ടെ, തുഷാറും ഞാനും നമ്മളും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാരണം വെച്ചാല് തുഷാറിന്റെ ഇളയ സഹോദരനാണ്. എനിക്ക് ഒറ്റ കാര്യം അറിയാവുള്ളൂ, തുഷാർ ഞങ്ങളുടെ ഒരു വാർത്ത പുറത്തു വിടുമ്പോൾ തുഷാറിന് വേണേ എന്നെ വിളിക്കാം. തുഷാർ എനിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ പബ്ലിക്കായിട്ട് ഉന്നയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമ്പർ അറിയാൻ നിങ്ങൾ പല പ്രാവശ്യം മുൻപ് പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ആദ്യം തെറ്റിദ്ധാരണ. കാരണം അങ്ങനെ പബ്ലിക്കായിട്ട് ഞാനിവിടെ നിന്ന് ചെറിയൊരു സംസാരം എന്നുള്ളതല്ലാതെ പിന്നെ അത് മീഡിയക്കാരെടുത്ത് വേറെ കൊണ്ടുപോയിട്ടുണ്ടാവും. അതല്ലാതെ ആ ഒരു തരത്തിലുള്ള സംസാരം ഉണ്ടായിട്ടില്ല. അത് വേറെ കാര്യം. അത് നമുക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, എനിക്ക് ഒറ്റ കാര്യം അറിയേണ്ടുള്ളൂ. അതായത് ബെൽ ചിറ്റ് ഫണ്ട് സംബന്ധിച്ച് നിങ്ങൾ സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് ഞങ്ങൾ കോട്ട് ചെയ്തത്. അത് തിരുത്താൻ വേണ്ടി തുഷാറിന് എങ്ങനെ കഴിയും? എനിക്കറിയാൻ. തുഷാർ ഞങ്ങൾ ആരും അതാണ് പറഞ്ഞത്, തിരുത്തിയില്ലെങ്കിൽ ആ ക്രമക്കേടോട് അവശേഷിക്കുകയാണ്. ക്രമക്കേടോട് അവശേഷിക്കുകയാണ്. ആ ക്രമക്കേട് എങ്ങനെ പരിഹരിക്കില്ല? ഒരു ക്രമക്കേടും ഇല്ല. അതിന്റെ ക്ലാരിഫിക്കേഷൻ വളരെ വ്യക്തമായി ഗവൺമെന്റിൽ ഫയൽ ചെയ്തിട്ടുള്ള പേപ്പറാണത്. ഒരു സെക്കൻഡ്, ഒരു കമ്പനി ആക്ട് പ്രകാരം നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. അതായത് ഇന്ത്യൻ കമ്പനി ആക്ട് 1956 ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ചിട്ടി നടത്താൻ അധികാരമുള്ള ഒരു സ്ഥാപനമാണ് നിങ്ങളുടെ. ആ അധികാരമുള്ള സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയിലേക്ക് വരുന്ന ഒരു തുകയ്ക്കുള്ള കണക്ക് വേണം. ആ കമ്പനിയിൽ നിന്ന് പുറമേക്ക് പോകുന്ന ഒരു തുകയ്ക്ക് കണക്ക് വേണം. ഇവിടെ സംഭവിച്ചിരിക്കുന്ന 23 കോടി രൂപ ആർക്ക് എപ്പോൾ എങ്ങനെ പോയി എന്നുള്ളതിന് കണക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഫൈനൽ റിപ്പോർട്ടിലാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഓഡിറ്ററുടെ പ്രാഥമിക റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ടായിരുന്നു. തിരുത്താൻ കഴിയാത്ത കൊണ്ടാണ് ഓഡിറ്റർ വീണ്ടും അത് ഫൈനൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളും കൂടി ഒപ്പുവെച്ച ശേഷം അത് ROCക്ക് ഫയൽ ചെയ്തത്. അങ്ങനെ ഈ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞ ശേഷം ഫയൽ ചെയ്ത ഒരു റിപ്പോർട്ട് തിരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഒരാൾക്കും പറ്റില്ല. നിങ്ങൾ ഈ കമ്പനി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിക്ക് പോലും പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക തുഷാർ. അപ്പം സഹോദരൻ പറഞ്ഞത് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. ഒരു കാര്യത്തിന് കേരളത്തിലെ പ്രേക്ഷകർക്ക് മുഴുവൻ മനസ്സിലായല്ലോ. എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. മറക്കാൻ പറ്റില്ല. രാഷ്ട്രീയ കൂട്ടുകൂട്ടുകൊണ്ട് വേണമെങ്കിൽ ഇത് മറക്കാം, പക്ഷെ അല്ലാതെ നിയമപരമായിട്ടോ സാങ്കേതികമായിട്ടോ മറക്കാൻ പറ്റില്ല. അത് നമുക്ക് വരും ദിവസങ്ങൾ, അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ബോഡിയിൽ അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള പിന്നെ കൊടുത്തിട്ടുണ്ട്.
അത് ചാർട്ടേഡ് അക്കൗണ്ട്. എന്റെ ഒരു അഭ്യർത്ഥന, തുഷാർ ഈ വെല്ലുവിളി, അതായത് തുഷാർ നടത്തിയ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. തുഷാർ പറഞ്ഞു ജോൺ ബ്രിട്ടാസിനെ കൈരളിയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ തുഷാറിനെ വെല്ലുവിളിക്കുകയാണ്. അതായത് വെൽത്ത് ചിറ്റ് ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ, അതായത് 23 കോടി രൂപ ആർക്ക് കൊടുത്തു, അതുപോലെ മുൻ വർഷങ്ങളിൽ 42 കോടി രൂപ ആർക്ക് കൊടുത്തു, അത് സംബന്ധിച്ചുള്ള എഗ്രിമെന്റ്സ്, റിസീപ്റ്റ്സ് തുടങ്ങിയ കാര്യങ്ങളുമായി 2011 മുതലുള്ള കണക്കുകളുമായിട്ട് തുഷാർ പുറമേക്ക് വാ, ഞാനും വരാം, നമുക്ക് തമ്മിൽ സംവാദം നടത്താം, ജനങ്ങൾ മനസ്സിലാക്കട്ടെ, മാധ്യമങ്ങൾ മനസ്സിലാക്കട്ടെ, നിങ്ങളുടെ സമുദായ അംഗങ്ങൾ മനസ്സിലാക്കട്ടെ, നമുക്കൊരു വെല്ലുവിളി ഏകരിക്കാം. ഇല്ല, തീർച്ചയായിട്ടും അതിലൊരു പ്രശ്നവുമില്ല. അതിന് വരൂ, എപ്പോഴും ബ്രിട്ടാസ് ഓഫീസിലേക്ക് വന്നാൽ മതി. അതിന്റെ മുഴുവൻ കണക്കുകൾ ഞാൻ നേരിട്ട് കാണിച്ചു തരാം, ഒന്നും പറയണ്ട. തുഷാറെ, നമ്മൾ ഇതൊക്കെ തന്നെയാണെങ്കിൽ തന്നെയും തുഷാറെ തുഷാറിനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. തുഷാർ നല്ല ഭക്തിയുള്ള ചെറുപ്പക്കാരനായിട്ട് വരട്ടെ, ഉരുത്തിരിയട്ടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ. ആ ആശംസ കൂടി ഞാൻ നേരുക. സൗര വളരെ സന്തോഷം. പക്ഷെ എന്താ അറിയോ, ഇത് എന്റെ ഭാര്യ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു കാരണവശാലും ഒരു സാമ്പത്തിക ക്രമക്കേട്ട് ഞാൻ നിൽക്കില്ലെന്ന് ബ്രിട്ടാസിന് അറിയാലോ. നമ്മുടെയൊക്കെ വ്യക്തിപരമായിട്ട് ഉണ്ടാകരുതെന്നാണ് എന്റെ അഭ്യർത്ഥന. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും അത് കൃത്യമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരിക്കലുമില്ല പറഞ്ഞതുപോലെ അടൂര് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഇപ്പോഴല്ല അതിന് നടപടി. സൗര അതിന് നടപടി അന്ന് എന്റെ കൂടെ ഞാൻ എന്റെ ഡോക്യുമെന്റ് മുഴുവൻ തരാം. ഞങ്ങൾ തന്നെ നടപടി എടുത്ത് അവരെ പുറത്താക്കി SNDP യോഗത്തുനിന്ന്. കാര്യം അവർ പണം മോഷ്ടിച്ചു എന്ന് കണ്ടതുകൊണ്ട് അതിനെതിരെ വളരെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ തുഷാറിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. തുഷാറിന്റെ ഇളയ സഹോദരനാണ്. നമുക്ക് ഈ സംവാദം തുടരാം, ആരോഗ്യപരമായിട്ട് തുടരാം. എപ്പോ വേണമെങ്കിലും ഞാൻ തുഷാറിന്റെ അടുത്തേക്ക് വരാം. തുഷാർ വെള്ളാപ്പള്ളി, ഒരു മിനിറ്റ് എനിക്ക് ശ്രീ തുഷാറിനോട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾ ഇത്രയും വളരെ കൃത്യമായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയ 42 കോടി രൂപ, അതുപോലെ പിന്നീട് 22 കോടി രൂപയുടെ കഴിഞ്ഞ മറ്റൊരു കണക്ക് എവിടെ പോയി എന്ന് കാണാത്തത്, ഈ ഓഡിറ്റർ രേഖപ്പെടുത്തിയ കാര്യം, ഇത് ചിലരെങ്കിലും ആരോപിക്കുന്നത് ഇത് മണി ട്രാൻസ്ഫറിലൂടെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ താങ്കൾക്കറിയാവുന്ന ചിലർക്ക് ഇത് ചെക്ക് കൊടുത്തുകൊണ്ട് കൈമാറിക്കൊണ്ട് അവരിലൂടെ മണി ട്രാൻസ്ഫറിലൂടെ ഇത് പുറത്തേക്ക്, രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള വലിയ ആരോപണങ്ങൾ വരെ വരുന്നുണ്ട്. ആർക്കും എന്ത് വേണമെങ്കിലും ആരോപിക്കാമല്ലോ സൗര. അതിനൊക്കെ ഞാൻ മറുപടി പറയാനായിട്ട് എനിക്ക് അങ്ങനെ പറ്റും. നമ്മൾ ചെയ്ത കാര്യങ്ങളിലെ പറഞ്ഞു പറയാൻ പറ്റൂ. എന്റെ ഭാര്യയുടെ വീട്ടിൽ നടക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ വളരെ വ്യവസ്ഥാപിതമായുള്ള കണക്കും കാര്യങ്ങളും ഉള്ളതാണ്. അത് എന്റെ ഭാര്യയും അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളും കൂടെ നടത്തുന്നതാണ്. അതിലേക്ക് തന്നെ പണം, ഇതിന്റെ ക്യാപിറ്റൽ കൂടാതെ പണം അതിനകത്ത് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിക്കുന്നത് അവിടെ. അതിനകത്ത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊരു പണം പുറത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും ഞാനങ്ങനെ മറുപടി പറയാൻ പറ്റും. നമുക്ക് അറിയാൻ പോലും മനസ്സാവാച അറിയാത്ത കാര്യത്തെക്കുറിച്ച് വർത്താനം ഇങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനൊക്കെ പിന്നെ വർത്താനം പറയാൻ വേണ്ടി പോയി. തീർച്ചയായിട്ടും അത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ മറുപടി അതാണ്, അതിനോടുള്ള പ്രതികരണം. മറ്റൊന്ന്, ഇപ്പോൾ നേരത്തെ ഡോക്ടർ ബിജു രമേശ് ചൂണ്ടിക്കാട്ടിയ അഡ്മിഷന് 40 ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കുന്ന പോസ്റ്റിങ്ങിന്, അധ്യാപക പോസ്റ്റിങ്ങിന് 40 ലക്ഷം രൂപ വെച്ചൊക്കെ വാങ്ങിക്കുന്ന ഒരു കാര്യം നേരത്തെയും പലരും ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു സുതാര്യത ഇത്രയും ദിവസങ്ങളായിട്ടും പറഞ്ഞിട്ടില്ല തുഷാർ. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. SNDP യോഗത്തിന് പലതരത്തിലുള്ള ഡൊണേഷനുകൾ കിട്ടിയിട്ടുണ്ട്, SM ട്രസ്റ്റിന് കിട്ടുന്നുണ്ട്. ആ കിട്ടിയിട്ടുള്ള ഡൊണേഷനുകളാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കൊണ്ട് SNDP യോഗത്തിനും SM ട്രസ്റ്റിനും ഉണ്ടായിരുന്നത് 54ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ 54 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഒരു നൂറ്റാണ്ട് കൊണ്ടാണെങ്കിൽ കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലം കൊണ്ട് പുതിയതായി 90ഓളം സ്ഥാപനങ്ങൾ SNDP യോഗത്തിന്റെയും SM ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് മുഴുവൻ പലതരത്തിൽ കിട്ടിയിട്ടുള്ള ഡൊണേഷനുകൾ ഉപയോഗിച്ച് അത് വ്യക്തമായി SM ട്രസ്റ്റിന്റെയും SNDP യോഗത്തിന്റെയും രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ അത് കണക്കിൽ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ പണം മുഴുവൻ ചെലവാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ 90 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള പണം ഇവിടുന്നുണ്ടാവും. ശ്രീ തുഷാർ, 5 മിനിറ്റിൽ ഈ പരിപാടി അവസാനിപ്പിക്കും. ശ്രീ ഷാജി വെട്ടൂരാൻ 1-2 കാര്യങ്ങൾ താങ്കളോട് ശ്രീ സന്തോഷ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇടപെടുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. എന്താണ് ശ്രീ സന്തോഷ്, ഷാജി വെട്ടൂരാൻ, ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾക്കൊരു നേരത്തെ സന്തോഷ് ഇവിടെ പറഞ്ഞത് എനിക്ക് 2% വോട്ട് കിട്ടിയത്, സന്തോഷമാണ് 2% കിട്ടിയത്. പക്ഷേ 28 ലക്ഷം ആൾക്കാർ ഈഴവർ മെമ്പേഴ്സായ SNDP യോഗത്തിൽ അവസാനം വോട്ടിംഗ് റൈറ്റ് വരുന്നത് 10,464 പേർക്കാണ്. ഈ 10,464 പേർക്ക് മാത്രമേ വോട്ട് ചെയ്യാനും പറ്റുള്ളൂ, ഇൻ ഏജൻ്റ് ഇരിക്കാനും കൗണ്ടിങ് ഏജൻ്റായിട്ട് ഇരിക്കാൻ പറ്റൂ. ഇലക്ഷനിൽ നിന്ന് എനിക്ക് പോലും വോട്ടില്ല. ഞാൻ ഒരാളുടെ വോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇപ്പോൾ പറ്റൂല. ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇത്. പണ്ടേ ഇനിയിപ്പോൾ പറഞ്ഞു വരുമ്പോൾ MK രാഘവൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ 50-1 അത് പിന്നെ 200-1. പക്ഷേ ഗുരുദേവൻ്റെ കാലഘട്ടം തൊട്ട് 74 പേര് എല്ലാ വോട്ടറിനും റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ
വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ലീഡറായിട്ട് വലിയ സിംഹം പോലെ ഇരിക്കുമ്പോൾ ഈ വലിയ മനസ്ഥിതി കാണിക്കണം. 28 ലക്ഷം ആൾക്കാരെയും ഇപ്പോൾ തുഷാർ പറഞ്ഞു എനിക്ക് ബൈലോ അറിയില്ല, ഓക്കെ, എൻ്റെ സുഹൃത്തല്ലേ പറയുന്നത്, എൻ്റെ അനിയൻ പറയുന്ന പോലെ ഞാൻ കാണുന്നുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ ഇത് ഫേസ് ചെയ്യണം. അവിടെ എനിക്ക് 2% കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് പൊന്നുപോലെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രീ തുഷാർ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ അതിനൊരു മറുപടി കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇത് SNDP ജനറൽ സെക്രട്ടറി ഉണ്ടാക്കിയിട്ടുള്ള നിയമമല്ല. ഇത് വളരെ വർഷങ്ങൾ മുമ്പ്. കാര്യം 28 ലക്ഷത്തിൽ ഒരുപാട് ആൾ മരിച്ചുപോയി. ഏതാണ്ട് 10-20 ലക്ഷത്തോളം മെമ്പർമാർ ഇപ്പോൾ ഉണ്ട്. ഈ 20 ലക്ഷം മെമ്പർമാർക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും? എല്ലാ സംവിധാനങ്ങൾക്കും 1.25 കോടി ഈഴവർ ഉള്ളിടത്ത് ഈ പറയുന്ന ഏതാനും പേർ മാത്രമാണോ SNDP യോഗത്തിൽ അംഗങ്ങളായിട്ടുള്ളത്? SNDP യോഗത്തിന് മെമ്പർഷിപ്പാണ്, അത് കുടുംബങ്ങളാണ് മെമ്പർഷിപ്പ് എടുക്കുക, എല്ലാ ആളുകളും മെമ്പർഷിപ്പ് എടുക്കാറില്ല. ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ ഒരാളായിരിക്കും മെമ്പർഷിപ്പ് എടുക്കുന്നത്. റൈറ്റ്. എന്തായാലും ആ തർക്കം തീരില്ല. ഒറ്റ ചോദ്യം, എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്നുള്ള നിലയ്ക്ക് താങ്കൾ നേരിടുന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇന്നിപ്പോൾ മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ നേരിട്ട് തന്നെ വന്നുകൊണ്ട് താങ്കൾ ഉയർത്തിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ താങ്കളോട് ചോദിച്ചു. താങ്കൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി? ജോൺ ബ്രിട്ടാസ് എന്റെ സുഹൃത്താണ്, അദ്ദേഹവുമായി നേരിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. എനിക്ക് തിരുത്താൻ പറ്റുന്നതല്ല ഈ കണക്ക്. അത് ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുഴുവനായി കൊടുക്കുമോ എന്നാണ്, അതോ കൈരളിക്ക് മാത്രമായി തരാനാണോ താങ്കളുടെ ഈ വെല്ലുവിളിയിൽ ഒരു ഭാഗികമായി മാത്രമേ താങ്കൾ അത് ഏറ്റെടുക്കുന്നുള്ളൂ? ഇത് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്നെ സംബന്ധിച്ചോളം എന്റെ കണക്കുകൾ ജോൺ ബ്രിട്ടാസുമായി നേരിട്ട് കാണിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് മുഴുവൻ നാട്ടിൽ മുഴുവൻ കൊണ്ടു നടന്ന് എന്റെ കണക്കും ഞാൻ വീട്ടിൽ എങ്ങനെ നടക്കും? ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, നാളെ ഇതിനെ സംബന്ധിച്ച് ഇത്രയും ആരോപണങ്ങൾ വരുമ്പോൾ താങ്കൾ വാർത്താ സമ്മേളനം വിളിക്കേണ്ടതല്ലേ? താങ്കൾ അത് വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തു വിടേണ്ടതല്ലേ? ഒരു കാര്യമില്ലല്ലോ, കാരണം ചെയ്യാത്ത ഇത് പറയേണ്ടതായിട്ട്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾക്കെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ഇത്രയും വ്യക്തമായ തെളിവുകൾ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നാളെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചാൽ കൈരളി പ്രതിരോധത്തിലാകും. ജോൺ ബ്രിട്ടാസ് ഈ വെല്ലുവിളിയിൽ തോൽക്കും. താങ്കൾ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കേണ്ടതല്ലേ? ഇത് വളരെ വ്യക്തമായി എന്താണെന്നുള്ളത് ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ എഴുതി തന്നിട്ടുണ്ട്. അതാണല്ലോ വീണ്ടും പ്രശ്നമാകുന്നത്. അത് തിരുത്താൻ താങ്കൾക്ക് അവകാശമില്ല. താങ്കൾ അത് ചെയ്തു. അത് ജോൺ ബ്രിട്ടാസിനെ കാണിക്കാൻ മാത്രമാണ് താങ്കൾ തയ്യാറാകുന്നത്. ഹലോ, അത് ട്രസ്റ്റ് ഇത് പറയുന്ന ആരും തിരുത്തിയിട്ടില്ല. ഇത് നമ്മൾ ഒരു വെറുതെ ആവശ്യമില്ല താങ്കളാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞു എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. എന്ത് പറഞ്ഞത്? താങ്കളാണ് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ താങ്കൾ ഈ മറുപടിയിലും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിൽ പിന്നീട് ഓഡിറ്റർ പറഞ്ഞ കാര്യം താങ്കൾ പിന്നീട് അത് വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്ന്. അതെ, വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാര്യം ഓഡിറ്ററോട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു, അതിന്റെ ക്ലാരിഫിക്കേഷൻ റിട്ടേൺ ആയിട്ട് അദ്ദേഹം തന്നിട്ടുണ്ട്. ശരി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നില്ല ശ്രീ തുഷാർ വെള്ളാപ്പള്ളി എന്ന ചോദ്യം അവശേഷിക്കുന്നു. താങ്കൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല എന്നല്ലേ നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരിക? ഒരു കാരണവശാലും ഇല്ലല്ലോ. എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ എന്റെ ഹോട്ടലിന്റെ കണക്കും ഞാൻ ഇന്ന് കഴിച്ച ആഹാരത്തിന്റെ ഏതൊക്കെയാണെന്നുള്ളത് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന തുഷാർ വെള്ളാപ്പള്ളി, സമുദായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് തൊട്ടടുത്തിരിക്കുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾ അതങ്ങനെ വ്യക്തിപരമായ കാര്യമായി കാണാൻ പറ്റുമോ? താങ്കളെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അത് നിരാശയുണ്ടാക്കുന്നതാണ്. ഈ വെല്ലുവിളി താങ്കൾ ഏറ്റെടുക്കാത്തതിൽ താങ്കൾക്ക് വളരെ നിരാശപ്പെടേണ്ടി വരില്ലേ? താങ്കൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരില്ലേ? ഈ വെല്ലുവിളി എന്തുകൊണ്ട് കൈരളിയിലൂടെ വന്ന് ഏറ്റെടുത്തില്ല എന്ന്? വെല്ലുവിളി ഞാൻ എടുത്തുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വ്യക്തിപരമായി ഏറ്റെടുത്തുള്ളൂ. ഞങ്ങൾ കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലേ പുള്ളി വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. താങ്കളിൽ തന്നെയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. വെല്ലുവിളി ഞങ്ങൾ വ്യക്തിപരമായിട്ട് നടത്തിയത്, അല്ല മീഡിയയിലിട്ടെന്ന് പറയാനല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെല്ലുവിളി ഏറ്റെടുത്താൽ താങ്കൾ അത് നാളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കേണ്ടതാണ്. എന്തിന് ഞാൻ മാധ്യമത്തിന് മുമ്പിൽ വന്നിട്ട് എന്റെ കണക്കുകൾ വെറുതെ വെല്ലുവിളി ഏറ്റെടുത്തു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കണ്ടേ? വളരെ നന്ദി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, വളരെ നന്ദി. താങ്കൾ കൃത്യമായി വ്യക്തമായി അവസാന നിമിഷം വരെ ശ്രീ KM സന്തോഷ് കുമാറിനെ പോലെ വ്യക്തതയില്ലാതെ പറയാതെ, ഞാൻ സന്തോഷ് കുമാർ എന്നോട് പിണങ്ങില്ലെങ്കിൽ, കൃത്യമായി വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിലും അവസാനം വരെ ചർച്ചയിൽ തുടർന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ തുറന്നിരിക്കുന്നു. വെല്ലുവിളി ഏറ്റെടുത്തില്ല ശ്രീ തുഷാർ വെള്ളാപ്പള്ളി എന്ന് തന്നെ നമുക്ക് അവസാനം പറയേണ്ടി വന്നിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഡോക്ടർ ബിജു രമേശ്, ശ്രീ ഷാജി വെട്ടൂരാൻ, ശ്രീ VV രാജേഷ്, ശ്രീ A സജീവൻ, ശ്രീ KM സന്തോഷ് കുമാർ.